2024 PSC ഇതുവരെ ജനുവരി മുതൽ ഇതേവരെയുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ജിയോഗ്രഫി എന്നുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ വർഷം ചോദിച്ച് എന്തായാലും മിസ്സാക്കരുത്, അതിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങളുണ്ടാവും. അപ്പം ഓപ്ഷൻ അടക്കം നമുക്ക് നോക്കാം. അതിൽ നമ്മൾ ഇപ്പോൾ വരുന്നത് 18/4/2024 എന്നൊരു എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇതിൽ നിന്നുള്ള ജിയോഗ്രഫി ക്വസ്റ്റ്യൻസ് കുറച്ച് എടുക്കുകയാണ്. അതിൽ 8ാമത്തെ ചോദ്യം, വെസ്റ്റർലീസിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇത് സെർട്ടാണ്, SCERT 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് 2ാം ടെക്സ്റ്റിലുണ്ട്. ഇത് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ്. ഓപ്ഷൻ എ, ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കോട്ട് വീശുന്നു. ബി, അത് വ്യാപാരക്കാറ്റിനെതിരായി വീശുന്നു. വ്യാപാരക്കാറ്റ് എന്നവർ ഉദ്ദേശിച്ചിരിക്കുന്ന വാണിജ്യവാദങ്ങളാണ്, ട്രേഡ് വിൻസ്. വടക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അംശാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസ് ആയി വീശുന്നു. ഡി ഓപ്ഷൻ, മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിൻ്റെ പ്രഭാവം തകർന്നിരിക്കുന്നു. ഈ 4 തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. വെസ്റ്റർലൈസ് എന്താണെന്ന് ആദ്യം പഠിക്കാം. പശ്ചിമവാദങ്ങൾ, അതായത് 2 അർദ്ധഗോളങ്ങൾ, ദക്ഷിണ അർദ്ധഗോളവും ഉത്തരാർദ്ധഗോളങ്ങളിലെയും ഇതിനിടയിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ. നമുക്ക് ഫിഗറിലേക്ക് വരാം, കാണിക്കുമ്പോൾ മനസ്സിലാവും. ഈ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് നിരന്തരം വീശുന്ന കാറ്റാണ് പശ്ചിമവാദങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റർലൈസ്. കാറ്റിൻ്റെ ദിശ ഏറെക്കുറെ പടിഞ്ഞാറ് നിന്നായതുകൊണ്ട് ഇവയെ വെസ്റ്റർലൈസ് അല്ലെങ്കിൽ പശ്ചിമവാദങ്ങൾ എന്ന് വിളിക്കുന്നു. ഇനി ഇതിനകത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ അടുത്ത് പറയുന്നത്, ദക്ഷിണാർദ്ധഗോളത്തിൽ പശ്ചിമവാദങ്ങളുടെ ശക്തി ഉത്തരാർദ്ധഗോളത്തിലേക്കാൾ കൂടുതലാണ്. ആ കൂടുതലാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചോണം. അവർ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാറുണ്ട്. കുറച്ചും കൂടെ മനസ്സിലാകാനായിട്ട് നമുക്ക് ഈ മർദ്ദ മേഖലകൾ നോക്കാം. ഇതെന്താ, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, അതായത് 2 അർദ്ധഗോളത്തിന് മേളിൽ കാണുന്ന, അതിന് താഴെ കാണുന്ന പച്ചയാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, 60 ഡിഗ്രി വടക്ക്. അതായത് ദക്ഷിണാർദ്ധഗോളത്തിലുമുണ്ട് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, ഉത്തരാർദ്ധഗോളത്തിലുമുണ്ട്. 60 ഡിഗ്രി തെക്കുന്നുണ്ട്. അതിന് മേളിൽ വരുന്നതാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, 30 ഡിഗ്രി തെക്കിലുമുണ്ട്, 30 ഡിഗ്രി വടക്കിലുമുണ്ട്. ഇതിന് നടുക്കുള്ളതാണ് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല. അപ്പോൾ നമുക്ക് ഇനി കാറ്റൊന്ന് നോക്കാം. ആ ഫിഗർ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി കാണിച്ചാണ്. ഈ ഫിഗർ നോക്കിക്കേ, ഇത് കണ്ടോ, അതായത് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, അതാണ് പച്ച. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, അതാണ് മഞ്ഞ. അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് നിരന്തരം വീശുന്ന കാറ്റ്, അതാണ് പശ്ചിമവാദങ്ങൾ. കണ്ടോ, ആ മഞ്ഞയുടെ അവിടെയും ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. അപ്പം അങ്ങനെ വീശുന്ന നിരന്തരം അതിൻ്റെ ദിശയെന്ന് പറയുന്നത് പടിഞ്ഞാറാണ്. ഇത് 2 ധ്രുവങ്ങളിലും ഉണ്ട്, നോർത്ത് പോളും സൗത്ത്, ദക്ഷിണാർദ്ധഗോളത്തിലുമുണ്ട് ഉത്തരാർദ്ധഗോളത്തിലുമുണ്ട്. മേളിലും കണ്ടില്ലേ, അതേപോലെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയും ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയും കണ്ടില്ലേ. അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് നിരന്തരം വീശുന്ന കാറ്റാണ് വെസ്റ്റർലൈസ്, പശ്ചിമവാദങ്ങൾ. നമ്മുടെ ക്വസ്റ്റ്യനിൽ 4 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതിൽ വാണിജ്യവാദങ്ങൾ, വ്യാപാരക്കാറ്റെന്ന് പറയുന്ന വാണിജ്യവാദങ്ങളാണ്, ട്രേഡ് വിൻസ്. അത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് വാണിജ്യവാദങ്ങളെന്ന് പറയുന്നത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിലേക്ക് നിരന്തരം വീശുന്ന കാറ്റാണ്. ആ നടുക്ക് കാണുന്ന ചുവപ്പാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അതായത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് വീശുന്ന കാറ്റ് വാണിജ്യവാദങ്ങൾ. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളിൽ നിന്ന് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകളിലേക്ക് നിരന്തരം വീശുന്ന കാറ്റാണ് പശ്ചിമവാദങ്ങൾ. ഇത് രണ്ടും മാറിപ്പോരുത്. ആ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് പറയുന്നത് ഉത്തരാർദ്ധഗോളം, അതായത് നോർത്ത് പോൾ, അതിൽ നിന്ന് വടക്ക് കിഴക്ക് ദിശയിൽ, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്ന് വീശുന്ന വാണിജ്യവാദങ്ങളാണ് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ. അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്ന് തെക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്ന വാണിജ്യവാദങ്ങളാണ്
താഴെ കാണുന്ന തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ഓരോന്നും നോക്കാം. അത് വെസ്റ്റേണിൽ സ്ഥിരം ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഫിഗറൊക്കെ എടുത്ത് കാണിക്കുന്നത്. നിങ്ങൾ അത് SCRT ആ ഫിഗറാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്, അതിനകത്ത് വ്യക്തമായിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കോട്ട് വീശുന്നു എന്നായിരുന്നു. അത് വ്യാപാരക്കാറ്റിനെതിരായി വീശുന്നു. അത് വ്യാപാരക്കാറ്റെന്ന് പറയുമ്പോൾ വാണിജ്യവാദങ്ങൾ, അത് രണ്ടും ശരിയാണ്. ഫിഗർ ഒന്നും കൊണ്ട് വരാം. ഈ കാറ്റ് തെക്കൻ അർദ്ധഗോളത്തിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് നിന്ന് തെക്ക് കിഴക്കോട്ട് വീശുന്നു. ഈ താഴെ കാണുന്നതാണ് തെക്കൻ അർദ്ധഗോളം, മുകളിൽ കാണുന്ന വടക്കൻ അർദ്ധഗോളം. മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അതായത് വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്കോട്ട് വീശുന്നു എന്നുള്ളത്, താഴെ കാണുന്ന തെക്കുണ്ട് പശ്ചിമവാദങ്ങളുടെ ആരോ ഡയറക്ഷൻ പോകുന്നതാണല്ലോ അത്. അപ്പം ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പിന്നെ വാണിജ്യവാദങ്ങൾക്കെതിരായിട്ടാണ് ഇത് വീശുന്നത്, അതും ശരിയാണ്. വാണിജ്യവാദങ്ങൾ ദക്ഷിണാർദ്ധഗോളത്തിനാണെങ്കിലും ഉത്തരാർദ്ധഗോളത്തിനാണെങ്കിലും ആ കണ്ടോ വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് എഴുതിയിരിക്കുന്ന അതിൻ്റെ മേളിൽ പശ്ചിമവാദങ്ങൾ നോക്കിക്കേ, അതിൽ ആരോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വീശുന്നത്. അപ്പോൾ അതും ശരിയാണ്, എതിരായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇതിനകത്ത് ആദ്യത്തെ എയും ബിയും ശരിയാണ്, തെറ്റായ പ്രസ്താവന വേണ്ടത്. സി കണ്ട വടക്കൻ അർദ്ധഗോളത്തിൽ 40 ഡിഗ്രി മുതൽ 50 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ ഈ കാറ്റ് ഗർജിക്കുന്ന ഫോർട്ടീസായി വീശുന്നു എന്ന്, അത് തെറ്റാണ്. അതിലേക്ക് നമുക്ക് വരാം. ഡി, അത് ശരിയാണ്. മൺസൂൺ മൂലം കിഴക്കൻ ഏഷ്യയിൽ കാറ്റിൻ്റെ പ്രഭാവം തകർന്നിരിക്കുന്നു. കിഴക്കൻ ഏഷ്യയിൽ കാറ്റിൻ്റെ പ്രഭാവം തകർന്നിരിക്കുകയാണ് മൺസൂൺ മൂലം. സി എന്താണ് തെറ്റെന്നുള്ളത് നമുക്ക് വരാം. നമ്മുടെ SCRT കൊടുത്തിരിക്കുന്നതാണ്, ദക്ഷിണാർദ്ധഗോളത്തിലെ വിശാലമായ സമുദ്രങ്ങളിലൂടെ ആഞ്ഞു വീശുന്ന പശ്ചിമവാദങ്ങളെ റോറിംഗ് ഫോർട്ടീസ് 40 ഡിഗ്രി തെക്കാണ്, തെക്ക് അംശാംശങ്ങളിൽ, ഫ്യൂരിയസ് 50s 50 ഡിഗ്രി അംശാംശങ്ങളിൽ, സ്ട്രീക്കിംഗ് 60s 60 ഡിഗ്രി അംശാംശങ്ങൾ എന്നിങ്ങനെ പഴയകാല നാവികർ പേരിട്ട് വിളിച്ചിരുന്നു. ഈ ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറിയ പങ്കും സമുദ്രമായതിനാലാണ് കാറ്റുകളുടെ വേഗം കൂടുതലാകുന്നത്. അപ്പോൾ ഈ ദക്ഷിണാർദ്ധഗോളത്തിലാണിത്. അവർ ഉത്തരാർദ്ധഗോളത്തിൽ വടക്കൻ അർദ്ധഗോളം എന്നാണ്, അതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായത്. അപ്പം സി ആണ് തെറ്റ്. അപ്പം ഈ വെസ്റ്റർലിസിനെ കുറിച്ച് ഉള്ള ചോദ്യമാണ് അത് പറഞ്ഞത്. ഇനി നമുക്ക് ഓരോ ചോദ്യം എടുത്ത് നോക്കാം അങ്ങനെ. ഇനി വായുവിൻ്റെ നിരയിൽ ഓസോൺ സാന്ദ്രതയുടെ കനം എന്തിൽ രേഖപ്പെടുത്തുന്നതാണ്, അത് നമുക്ക് നോക്കാം. ഇതിൽ വായുവിൻ്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം എ ആണ് ആൻസർ, ഡോപ്സൺ യൂണിറ്റിലാണ് രേഖപ്പെടുത്തുന്നത്. വായുവിൻ്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം അതിൻ്റെ എന്താണ് ഡോപ്സൺ യൂണിറ്റാണ് ആൻസർ. ഓസോൺ ഡെൻസിറ്റി അളക്കുന്ന യൂണിറ്റാണ്. അപ്പോൾ സി ഓപ്ഷൻ ഉണ്ടല്ലോ, ബ്യൂഫോർഡ് സ്കെയിൽ എന്താണ്? ബ്യൂഫോർഡ് സ്കെയിൽ എന്ന് പറയുന്നത് കാറ്റിൻ്റെ വേഗത അളക്കുന്നത് ഇതാണ്. അപ്പോൾ ആ സി ഓപ്ഷനും കൂടെ നോക്കിക്കണം. ഡോപ്സൺ യൂണിറ്റ് പഠിക്കുന്നതിനോട് തന്നെ ബ്യൂഫോർഡ് സ്കെയിലും കൂടെ പഠിക്കണം. വിൻഡ്, കാറ്റിൻ്റെ ഗതിയും സ്പീഡും ഒക്കെ അളക്കുന്നതാണ് ബ്യൂഫോർഡ് സ്കെയിൽ. ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഏഴാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു വെസ്റ്റർലിസിന് മുമ്പ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ പടിഞ്ഞാറൻ തീര സമതലത്തിൻ്റെ ഭാഗമല്ലാത്തതെന്ന്? എ കോങ്കൺ സമതലം, ബി കത്തിയാവാർ പെനിൻസുല, സി കച്ച് സമതലം, ഡി ഉത്കൽ സമതലം. ഈ ഇങ്ങനെയുള്ള കാര്യം സ്ഥിരം PSCക്ക് ചോദിക്കുന്നതാണ്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും കോറമെൻ്റൽ കോസ്റ്റും ഇതൊക്കെ. നമുക്കിതൊരു ഫിഗർ വെച്ച് പഠിക്കാം. ഇത് മക്കളെ ഇത് കണ്ടോ, ഫിഗർ കണ്ടോ, അത് നോക്കിക്കേ. അതായത് ഇന്ത്യയുടെ മാപ്പിൻ്റെ ഇപ്പുറത്ത് കാണുന്ന അതാണ് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, അതായത് പടിഞ്ഞാറൻ തീര സമതലം. അവിടെയാണ് ഈ കച്ച്, കത്തിയാവാർ, കോങ്കൺ കോസ്റ്റ്, കണ്ണഡ് കോസ്റ്റ്, മലബാർ കോസ്റ്റൊക്കെ വരുന്നത്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്, ഈ മലബാർ തീരം ഇതൊക്കെ എവിടെയാണെന്നുള്ളത്. അപ്പോൾ ഇപ്പുറത്ത് അറിയാലോ അറബിക്കടലാണ്, ഈ ലെഫ്റ്റ് കാണുന്ന പടിഞ്ഞാറ്. അപ്പുറത്ത് കാണുന്ന ബേ ഓഫ് ബംഗാൾ ഉൾക്കടൽ. അവിടെയാണ് ഈ നോർത്തേൺ സിർക്കാറ്റ്സ്, കോറമാൻഡൽ കോസ്റ്റ്, ഉത്കൽ കോസ്റ്റ്. നമ്മുടെ ചോദ്യത്തിൽ ഏതാണ്? പടിഞ്ഞാറൻ തീര സമതലത്തിൽ പെടാത്തതാണ്. അതിൽ ഈ കച്ചും കത്തിയാവാറും കോങ്കൺ കോസ്റ്റും ഉണ്ട്. അപ്പോൾ അത് പടിഞ്ഞാറൻ സമതലത്തിൽ പെടുന്നതാണ്. പെടാത്ത ഏതാ? ഉത്കൽ തീരമാണ്, ഉത്കൽ തീരം. അപ്പോൾ കത്തിയാവാറ്, കോങ്കൺ തീരം, കച്ച് ഇതെല്ലാം പടിഞ്ഞാറൻ വെസ്റ്റേൺ അതായത് പടിഞ്ഞാറൻ തീര സമതലത്തിലാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ താഴെ പറയുന്ന ഏതാണ് ഇന്ത്യൻ പടിഞ്ഞാറൻ തീര സമതലത്തിൻ്റെ ഭാഗമല്ലാത്തതെന്ന് നമുക്ക് കണ്ണുമൂട്ടി എഴുതാം. ഉത്കൽ സമതലം, ഡി ആണ്. ബാക്കി മൂന്നും പടിഞ്ഞാറൻ തീര സമതലത്തിൻ്റെ ഭാഗമാണ്. അതായതാണ് നോർത്ത് ഈസ്റ്റ് പ്ലെയിനാണ്. അത് കിഴക്കൻ തീര സമതലത്തിൻ്റെയാണ്. ഈ കോറമാൻഡൽ കോസ്റ്റും അതും ഓർത്ത് വെച്ചാണ്, നോർത്തേൺ സിർക്കാറ്റ്സും എല്ലാം. പടിഞ്ഞാറൻ തീര സമതലമുണ്ട്, കിഴക്കൻ തീര സമതലമുണ്ട് കേട്ടോ. അത് ഈ ഫിഗർ എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. ഇതെല്ലാം ചോദിച്ചിട്ടുള്ള മലബാർ കോസ്റ്റും കോങ്കൺ കോസ്റ്റും ഒക്കെ. ഈ നോർത്തേൺ സിർക്കാറ്റ്സ്, അത് വടക്കൻ സിർക്കാറ്റ്സ് എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ തീരവും ഒഡീഷയുടെ തീരവുമാണ്. പശ്ചിമ ബംഗാൾ തീരപ്രദേശം ഉൾപ്പെടുന്നുണ്ട്.
ഈ ഉത്കൽ സമതലമില്ലേ നമ്മുടെ ആൻസർ, അത് ഒഡീഷയുടെ തീരപ്രദേശം അറിയപ്പെടുന്നതാണ്. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. അടുത്തൊരു പ്രസ്താവന ചോദ്യമാണ്. ഈ എക്സാമിന് എന്നെ ചോദിച്ചതാണ്. അതായത് 10ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള യഥാർത്ഥ പ്രസ്താവനകൾ തിരിച്ചറിയുക. ഒന്ന്, ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ്. ആവരണം, അതായത് മാൻഡിൽ പ്രധാനമായി ഇരുമ്പും നിക്കലും ചേർന്നതാണ്. 3, മൊഹോറോവിക് വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്ന് വേർതിരിക്കുന്നു. മാൻഡിൽ നിന്ന് താഴ്ന്ന പുറന്തോടിനെ വേർതിരിക്കുന്നു. ഇത് NCERT ആണ്. 4, പുറന്തോടിൻ്റെ ശരാശരി സാന്ദ്രത 12.3 ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 1ഉം 3ഉം ആണ്. കാരണം ആവരണം പ്രധാനമായി ഇരുമ്പും നിക്കലും ചേർന്നതാണ്. നിഫെ എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ ക്രസ്റ്റിനല്ലേ പറയുന്ന ഇരുമ്പും നിക്കലും ചേർന്നത്. ക്രസ്റ്റ് അല്ല, കോറ്. അതായത് കാമ്പിലാണ് പിന്നെ നമ്മൾ നിഫ് ഇരുമ്പും നിക്കലും. കാമ്പ് നിർമ്മിച്ചിരിക്കുന്ന കനലോഹങ്ങളാണ് ഇരുമ്പും നിക്കലും. അപ്പോൾ രണ്ടാമത് തെറ്റാണ്. അപ്പോൾ നമുക്കിതിനകത്ത് നിന്ന് എലിമിനേഷൻ മെത്തേഡ് വെച്ച് ചെയ്യാം. അങ്ങനെ വേണം ചെയ്യാം. നമുക്ക് ഇച്ചിരി ടഫായിട്ടുള്ളതൊക്കെ വരുവാണെങ്കിൽ. സംഭവം നമുക്ക് കാമ്പ് നിർമ്മിച്ചിരിക്കുന്ന കനലോഹങ്ങളാണ് ഇരുമ്പും നിക്കലും എന്നറിയാം. അപ്പം രണ്ടാമത്തെ ഉത്തരം എന്തായാലും തെറ്റാണ്. യഥാർത്ഥ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഓപ്ഷൻ നോക്കിയേ, ബിയിൽ. അപ്പോൾ നമുക്ക് സിയിൽ 2 ഉണ്ട്. യഥാർത്ഥ പ്രസ്താവന വരുമില്ല. അപ്പോൾ സി എലിമിനേറ്റ് ചെയ്ത്. പിന്നുള്ള നമുക്ക് എയും ബിയും ഡിയും ആണ് നോക്കേണ്ടത്. ഏറ്റവും ആഴമേറിയതും ആക്സസ് ചെയ്യാൻ കഴിയാത്തതുമായ മേഖലയാണ് കാമ്പ് അറിയാമല്ലോ. ഇതൊക്കെ ഭൂമിയുടെ 3 പാളികളിൽ ക്രസ്റ്റും മാൻഡിൽ കോറിൽ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് കാമ്പ്. അപ്പോൾ 1 ശരിയാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് എലിമിനേഷൻ നോക്കേണ്ടത് 1 വരുന്നതാണ് നോക്കേണ്ടത്. അപ്പോൾ നോക്കാതെ സിക്കകത്ത് 1 ഇല്ല. അങ്ങനെ നമ്മൾ സിയും എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു, ബിയും സി എലിമിനേറ്റ് ചെയ്ത്. ഇനി എയും ഡിയും ആണ് നമുക്ക് വേണ്ട ആൻസർ. ഇങ്ങനെ വേണം കേട്ടോ നിങ്ങൾ നോക്കാൻ. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അറിയാവുന്ന 1-2 സ്റ്റേറ്റ്മെൻറ്റൊക്കെ കാണും. അത് വെച്ചിട്ട് എലിമിനേറ്റ് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് എയും ഡിയും ആണ്. കാരണം 1 ശരിയാണല്ലോ, യഥാർത്ഥ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉം 1ഉം 4ഉം ഇതിലേത് ശരിയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. 4ാമത്തെ ഇത് കണ്ട, പുറന്തോടിൻ്റെ ശരാശരി സാന്ദ്രത 12.3 ആണെന്ന്. പുറന്തോടിൻ്റെ ശരാശരി സാന്ദ്രത 12.3 എന്നുള്ളത് തെറ്റാണ്. ഈ പുറന്തോടെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ക്രസ്റ്റാണ്, ഭൂവൽക്കം. പുറന്തോടിൻ്റെ ശരാശരി സാന്ദ്രത എന്തായാലും 12.3 വരത്തില്ല. അതൊരു ലോജിക്ക് വെച്ചിട്ട് നമ്മൾ 4 എലിമിനേറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് പിന്നുള്ളത് 1ഉം 3ഉം ആണ് ശരിയാകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ. ഏറ്റവും ആഴമേറിയത് ആക്സസ് ചെയ്യാൻ കഴിയാത്തതായ മേഖലയാണ് കാമ്പ്. പിന്നെ 3ാമത്തെ, മൊഹോറോവിക് വിരാമം താഴ്ന്ന പുറന്തോട് ആവരണത്തിൽ നിന്ന് വേർതിരിക്കുന്നു. അങ്ങനെ എലിമിനേഷൻ മെത്തേഡ് വെച്ച് നമുക്കൊരു മാർക്ക് കിട്ടും. ഇങ്ങനെ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയല്ലേ, ഇച്ചിരി ഒന്ന് ആലോചിക്കണം. 2 സ്റ്റേറ്റ്മെൻറ്റൊക്കെ വായിച്ചിട്ട് പറ്റുന്നുണ്ടെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യണം. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതിനകത്ത് 10ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. 1ഉം 3ഉം ആണ് ശരിയായ പ്രസ്താവനകൾ. അടുത്ത ചോദ്യം ഈ പരീക്ഷയ്ക്ക് തന്നെ കേരള റിവേഴ്സിൽ നിന്ന് ചോദിക്കുകയാണ്. ജോഗ്രഫി ഏരിയയിൽ നിന്ന്, കേരള ജോഗ്രഫി. താഴെ പറയുന്നവയിൽ ഏതാണ് ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്ത? ഓപ്ഷൻ സി ആയിരുന്നു, കോതയാറായിരുന്നു ഇതിൻ്റെ ആൻസർ. കുര്യാക്കുറ്റി ഇതിൻ്റെ പോഷക നദിയാണ്. ഷോളയാർ ഇതിൻ്റെ പോഷക നദിയാണ്. കാരപ്പാറ ഇതിൻ്റെ പോഷക നദിയാണ്. ഓപ്ഷൻ സി ആയിരുന്നു ഇതിൻ്റെ ആൻസർ, കോരയാറ്. ചാലക്കുടി നദിയുടെ പോഷക നദി അല്ലാത്തത്. നോക്കി വെച്ചേക്കണേ, പോഷക നദികളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 244/2023 ആ ക്വസ്റ്റ്യൻ കോഡിൻ്റെ പേപ്പറാണ്. ജനുവരി തൊട്ടാണ് എടുത്തതെങ്കിൽ ഇത് ഡിസംബർ 23 നടന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും എടുത്തത്. ഇതിനകത്ത് നല്ല ജോഗ്രഫി ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ നല്ലതായിട്ട് തോന്നി. അതാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുത്തത്. ഇത് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനാണ്. അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം വാചകങ്ങൾ ശരിയാണ്? 1, ഈ പാളിയിൽ ഊഷ്മാവ് ഓരോ 165 മീറ്ററിന് 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നു. 2, അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളി, ഉയരം 15 മുതൽ 50 കിലോമീറ്റർ വരെ. ഈ മേഖലയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത് എന്നാണ് 4ാമത്തെ ഇത്. നമുക്ക് ഈ ഒരു 4ാമത്തെ കാര്യം അറിയാമെങ്കിൽ ഇതിനൊരു മാർക്ക് കിട്ടിയില്ല. കാരണം ഓസോൺ പാളി കാണപ്പെടുന്നത് എവിടെയാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്, ട്രോപ്പോസ്ഫിയറിലല്ല. OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ O.S എന്നുള്ള രീതിയിൽ ആ ഓസോൺ ലെയർ, ഓസോൺ പാളി കാണപ്പെടുന്ന സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് പഠിച്ചാൽ ആ 4 മാത്രം എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് ബി കുത്താവുന്നേ ഉള്ളൂ. അതാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ തിരഞ്ഞെടുത്തത്. മനസ്സിലായോ? എയിലും സിയിലും ഡിയിലും എല്ലാം 4 ഉണ്ട്. അതായത് ശരിയായ വാചകങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അവർ തന്നെ, അതായത് അതാണ് ഞാൻ പറഞ്ഞത്,
നമുക്കറിയാത്ത ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയരുത്. ജസ്റ്റ് ഒന്ന് ലോജിക്ക് ഉപയോഗിച്ച് നമുക്കൊരു മാർക്കാം. അപ്പം അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴെയുള്ള പാളിയാണ് ട്രോപ്പോസ്ഫിയർ, അത് നമുക്കറിയാം. അപ്പോൾ ഒന്നാമത്തെ ഇതും രണ്ടാമത്തെ ഇതും ശരിയാണ്, 3ഉം 4ഉം തെറ്റാണ്. എന്താണ് നാലാമത്തെ ഒറ്റ കാര്യം അറിയാവുന്നതുകൊണ്ട് ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയർ എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം ആണ് ശരിയായ വാചകങ്ങൾ. ഇനി താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ തിരഞ്ഞെടുക്കുക. ആണവോർജം, പ്രകൃതിവാതകം, സൗരോർജം, ജൈവതാപോർജം. ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് 2 കാര്യങ്ങൾ ഒന്ന് പറയാനുണ്ട്. എന്താണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ? പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളുണ്ട്, പരമ്പരാഗത ഊർജ സ്രോതസ്സുകളുണ്ട്. ഇത് രണ്ടും എന്താണ്? ഇത് ഊർജ വിഭവങ്ങളാണ്. അതായത് ഈ കൃഷി, വ്യവസായം, ഗതാഗതം തുടങ്ങിയ മേഖലകളെ ആവശ്യമായ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന് ധാതു ഇന്ധനങ്ങൾ അനിവാര്യമാണ്. അപ്പോൾ ഊർജ്ജ സ്രോതസ്സുകളെ പ്രധാനമായിട്ടും നമ്മൾ 2ആയിട്ട് വിഭജിക്കുന്നുണ്ട്. അതാണ് പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സും. ഇത് മക്കളെ ഒന്ന് നോക്കിയതേ, ഇതുണ്ട് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ് നമുക്ക് ചോദ്യം. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സ് അതായത് സൗരോർജം, കാറ്റ്, ഭൗമതാപോർജം, ജലവൈദ്യുതി, ജൈവോർജം തുടങ്ങിയ പുനഃസ്ഥാപന ശേഷിയുള്ള ഊർജ്ജ സ്രോതസ്സുകൾ മാത്രമാണ്. സുസ്ഥിരമായ ഊർജ്ജ സ്രോതസ്സുകൾ. ഇത് മലിനീകരണം സൃഷ്ടിക്കുന്നില്ല. ഉദാഹരണം സോളാർ, ബയോമാസ്, കാറ്റ്, ബയോഗ്യാസ്, തിരമാല, ജിയോ തെർമൽ. ഇതെല്ലാം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. എന്താണ്? സൗരോർജം, കാറ്റ്, ഭൗമ താപോർജം, ജലവൈദ്യുതി, ജൈവോർജം തുടങ്ങിയ പുനഃസ്ഥാപിക്കാൻ കഴിയാവുന്ന അതായത് പുനഃസ്ഥാപന ശേഷിയുള്ള ഊർജ സ്രോതസ്സുകൾ. ഇത് മാത്രമാണ് സുസ്ഥിരമായ ഊർജ സ്രോതസ്സുകൾ. ഇവയൊന്നും മലിനീകരണം സൃഷ്ടിക്കുന്നില്ല. മലിനീകരണം സൃഷ്ടിക്കാത്ത ഊർജ സ്രോതസ്സാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സ്. അതിന് ഉദാഹരണങ്ങളാണ് സോളാർ, ബയോമാസ്, കാറ്റ്, ബയോഗ്യാസ്, തിരമാല, ജിയോ തെർമൽ. പാരമ്പര്യേതര ഊർജ സ്രോതസ്സും പഠിക്കണം, പരമ്പരാഗത ഊർജ സ്രോതസ്സും പഠിക്കണം. ധാതു ഇന്ധനങ്ങളായ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ഫോസിൽ ഇന്ധനങ്ങൾ, ആണവോർജ ധാതുക്കൾ എന്നിവ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണ്. മറ്റേത് പാരമ്പര്യേതര, ഇത് പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണ്. ഇത് വളരെ കാലമായി ഉപയോഗത്തിലുള്ള വിഭവങ്ങളാണ്. ഈ പരമ്പരാഗത ഊർജ സ്രോതസ്സ്. ഇവ മലിനീകരണത്തിന് കാരണമാവും. ഈ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ പുനഃസ്ഥാപന ശേഷിയില്ലാത്ത വിഭവങ്ങളാണ്. മറ്റേത് പുനഃസ്ഥാപിക്കാൻ കഴിയാവുന്നതാണ്. പക്ഷേ ഇത് നമുക്ക് കത്തിപ്പോവല്ലേ, പുനഃസ്ഥാപിക്കാൻ കഴിയില്ലല്ലോ. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അതാണ് നമ്മുടെ ചോദ്യവും. പരമ്പരാഗത ഊർജ സ്രോതസ്സും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളും. ധാതു ഇന്ധനങ്ങളായ കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ഒന്നുകൂടെ പറയുകയാണേ, ആണവോർജ ധാതുക്കൾ എന്നിവ പാരമ്പര്യ ഊർജ സ്രോതസ്സുകളാണ്. ഇവ മലിനീകരണത്തിന് കാരണമാകുന്നതാണ്. ഈ പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ ഒരിക്കലും പുനഃസ്ഥാപന ശേഷിയില്ലാത്ത വിഭവങ്ങളാണ്. ഇതിന്ന് നമുക്ക് ഈസിയല്ല, നേരത്തെ പഠിച്ചതെന്ന്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സ് നമ്മൾ പഠിച്ചല്ലോ, സൗരോർജവും ജൈവതാപോർജവും. 3ഉം 4ഉം മാത്രമാണ് കറക്റ്റ് ആൻസർ. ആൻസർ ഡി ആണ്, 3ഉം 4ഉം, സൗരോർജവും ജൈവ താപോർജവും. ഇതിൽ നിന്നുള്ള അടുത്ത ചോദ്യമായിരുന്നു. അത് ഇന്ത്യൻ ജിയോഗ്രഫി ആയിട്ട് വരും. ഇത് കേരള ജിയോഗ്രഫി ആയിട്ട് വരും. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന കേരളത്തിലെ ജലപാത ഏത്? ഓപ്ഷൻ എ NW1, B NW2, C NW3, D NW4. ദേശീയ ജലഗതാഗത നിയമം അനുസരിച്ച് കേരളത്തിലാകെയുള്ള ജലപാതകളുടെ എണ്ണം 4ആണ്. ദേശീയ ജലപാത 3, നാഷണൽ വാട്ടർവേ. ദേശീയ ജലപാത 8, NW8, പിന്നെ NW9, NW59. ഇതാണ് കേരളത്തിലുള്ള ആകെ 4 ദേശീയ ജലപാതകൾ. ഇന്ത്യയിലെ ആദ്യത്തെ ജലപാതയാണ് NW1 ഓപ്ഷനിൽ പറയുന്നത്. നമ്മുടെ ആൻസറിനകത്ത് NW3 ആണ് ആൻസർ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ അല്ലേ, കൊല്ലം മുതൽ കോഴിക്കോട് വരെ ഇത് 365 കിലോമീറ്ററാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള ദേശീയ ജലപാതയും കൂടെയാണ് NW3. അപ്പോൾ അത് കൊല്ലം. NW8 നാഷണൽ വാട്ടർവേ ദേശീയ ജലപാത 8, ആലപ്പുഴ ചങ്ങനാശ്ശേരി 28 കിലോമീറ്റർ.
NW9 ദേശീയ ജലപാത 9 ആലപ്പുഴ ടു കോട്ടയം 38 കിലോമീറ്റർ. പിന്നെ ഉള്ളത് കേരളത്തിൻ്റെ അടുത്ത ദേശീയ ജലപാത NW59 ആണ്. അത് കോട്ടയം മുതൽ വൈക്കം വരെയാണ്. 28 കിലോമീറ്റർ. ഇതിൻ്റെ ആൻസർ അപ്പോൾ ഓപ്ഷൻ സി ആണ്, NW3 ദേശീയ ജലപാത 3. ഈ എക്സാമിന് തന്നെ ഈ ജോഗ്രഫി, അതായത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ. ഓപ്ഷൻ എ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ, ഓപ്ഷൻ സി പർവ്വത വനങ്ങൾ, ഓപ്ഷൻ ഡി കടലോര. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. നമുക്ക് അതിനെപ്പറ്റി നോക്കാം. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഇത് മൺസൂൺ വനങ്ങളെന്നും അറിയപ്പെടാറുണ്ട്. അതായത് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ് മൺസൂൺ വനങ്ങളെന്നും അറിയപ്പെടുന്നത്. 70 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. നമുക്ക് ഈ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളുമുണ്ട്, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളുമുണ്ട്, ഉഷ്ണമേഖല മുൾക്കാടുകളുണ്ട്, പർവ്വത വനങ്ങളുണ്ട്, കടലോര ചതുപ്പുനില വനങ്ങളുണ്ട്. അതിൽ ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. 70 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. ഇവയെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മൺസൂൺ വനങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഈ ജലലഭ്യതയുടെ അടിസ്ഥാനത്തിൽ ഇവയെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ആർദ്ര ഇലപൊഴിയും വനങ്ങളും വരണ്ട ഇലപൊഴിയും വനങ്ങളും. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ഈ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ കൂടുതലായിട്ടും പ്രധാനമായിട്ടും കാണപ്പെടുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിലും ഹിമാലയൻ താഴ്വരകളിലും പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്കൻ ചെരിവുകളിലും ഒഡീഷയിലൊക്കെയാണ്. ഇതിൻ്റെ അടുത്ത ചോദ്യമായിരുന്നു ഈ ക്വസ്റ്റ്യനിൽ, ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, നോർവെസ്റ്റർ. നോർവെസ്റ്ററിൻ്റെ മറ്റൊരു പേരുണ്ടല്ലോ, കാൽ ബൈശാഖി. നമുക്കതിലേക്കൊന്ന് വരാം. കാൽ ബൈശാഖി അഥവാ നോർവെസ്റ്ററുകൾ. കാൽ ബൈശാഖി എന്നാൽ വൈശാഖ മാസത്തിൽ സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭം എന്നാണ് അർത്ഥം. കാൽ ബൈശാഖി എന്നാൽ വൈശാഖ മാസത്തിൽ സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭം എന്നാണ് അർത്ഥം. ബംഗാളിലും അസമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റുകളാണ് നോർവെസ്റ്റർ. കണ്ടോ, ആ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെയുണ്ട് ഈ SCERT ടെക്സ്റ്റിൽ. SCERT ടെക്സ്റ്റിൽ നിന്നുള്ളതാണ്. അത് അതേപോലെ ചോദിച്ചിട്ടുണ്ട്. കാൽ ബൈശാഖി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നോർവെസ്റ്ററുകൾ. കാൽ ബൈശാഖി എന്നാൽ വൈശാഖ മാസത്തിൽ സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭം. ബംഗാളിലും അസമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റാണ് നോർവെസ്റ്റർ. കാൽ ബൈശാഖി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് നോർവെസ്റ്ററുകൾ. വൈശാഖ മാസത്തിൽ സംഭവിക്കുന്നതും അത്യധികം വിനാശകരമായ സ്വഭാവത്തോടു കൂടിയ കാറ്റുകളുമാണിവ. തേയില, ചണം, നെല്ല്. ഇതാണ് തേയില, ചണം, നെല്ല് തുടങ്ങിയ വിളകൾക്ക് അനുകൂലമായ കാറ്റോടു കൂടിയ മഴയാണ് നോർവെസ്റ്റർ. നോർവെസ്റ്ററുകൾ അസമിൽ അറിയപ്പെടുന്ന പേരാണ് ബർദോളി ചീര. നോർവെസ്റ്ററുകൾ അസമിൽ അറിയപ്പെടുന്ന പേര് ബർദോളി ചീര. തേയില, ചണം, നെല്ല് തുടങ്ങിയ വിളകൾക്ക് അനുകൂലമായ കാറ്റോടു കൂടിയ മഴയാണ് നോർവെസ്റ്റർ. വൈശാഖ മാസത്തിൽ ആരംഭിക്കുന്നതും അത്യധികം വിനാശകരമായ സ്വഭാവത്തോടു കൂടിയ കാറ്റുകളുമാണിവ. നോർവെസ്റ്ററുകൾ അസമിൽ അറിയപ്പെടുന്ന പേര് ബർദോളി ചീര. തേയില, ചണം, നെല്ല് തുടങ്ങിയ വിളകൾക്ക് അനുകൂലമായ കാറ്റോടു കൂടിയ മഴയാണ് നോർവെസ്റ്റർ. ഓപ്ഷനിലുണ്ടായിരുന്ന മാംഗോ ഷവർ എന്താണ്? അപ്പം വേനലിൻ്റെ അവസാന നാളുകളിൽ കേരളത്തിലും കർണാടക തീരത്തും സാധാരണയായി രൂപപ്പെടുന്ന മൺസൂണിന് മുന്നോടിയായുള്ള വേനൽ മഴക്കാറ്റാണ് മാംഗോ ഷവർ. മാമ്പഴക്കാറ്റെന്ന് പറയുന്നു. വേനലിൻ്റെ അവസാന നാളുകളിൽ കേരളത്തിലും കർണാടക തീരത്തിലും സാധാരണയായി രൂപപ്പെടുന്ന മൺസൂണിന് മുന്നോടിയായുള്ള വേനൽ മഴക്കാറ്റ്, ഇതാണ് മാംഗോ ഷവർ. മാമ്പഴം നേരത്തെ പഴുത്ത് പാകമാകാൻ സഹായിക്കുന്നതിൽ ഇവ പ്രാദേശികമായി അറിയപ്പെടുന്ന പേരാണ് മാമ്പഴക്കാറ്റ്. ഈ മഴയുടെ അഭാവമാണ് ദക്ഷിണേന്ത്യയിലെ മാമ്പഴ സീസണിനെ ബാധിക്കുന്നത്. കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങളെ ഈ മഴ സഹായിക്കുന്നതിനാൽ ചെറി ബ്ലോസം എന്നറിയപ്പെടും. ചെറി ബ്ലോസം എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് LDCക്ക് മുമ്പ്. ഇത്തരം മഴയെ ഏപ്രിൽ മഴ അല്ലെങ്കിൽ വേനൽ മഴ എന്നറിയപ്പെടുന്നു.
മാമ്പഴം നേരത്തെ പഴുത്ത് പാകമാകാൻ സഹായമാകുന്നതിനാൽ ഇവ പ്രാദേശികമായി അറിയപ്പെടുന്ന പേര് മാമ്പഴക്കാറ്റ്. കർണാടകയിലെ കാപ്പിത്തോട്ടങ്ങളെ ഈ മഴ സഹായിക്കുന്നതിനാൽ ചെറി ബ്ലോസം എന്നറിയപ്പെടുന്നു. മാംഗോ ഷവർ ഉണ്ടാവാൻ കാരണം ബംഗാൾ ഉൾക്കടലിലെ കൊടുങ്കാറ്റാണ്. ഇനി നമുക്ക് ഓപ്ഷനിൽ ബ്ലോസം ഷവർ, അതായത് കാപ്പിപ്പൂട് മഴ. കേരളത്തിലും പരിസര പ്രദേശങ്ങളിലും കാപ്പി പൂക്കുന്നത് ഈ മഴയോടെയാണ്. കാപ്പിച്ചെടി പൂക്കാൻ കാരണമാകുന്നതിനാൽ ബ്ലോസം ഷവർ എന്ന പേര് ലഭിച്ചിട്ടുണ്ട്. ചെറി ബ്ലോസം, മാംഗോ ഷവർ, ബ്ലോസം ഷവർ, കാപ്പിപ്പൂവിടം മഴ. ഇനി ലൂ. ഇന്ത്യൻ ഉത്തര സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിന് പറയുന്നതാണ് ലൂ. ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യൻ ഉത്തര സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ലൂ. ഇൻഡോ ഗംഗാ സമതലങ്ങളിലും വടക്കൻ ഇന്ത്യയിലും പാകിസ്ഥാനിലോട്ടും വീശുന്ന കാറ്റാണ് ലൂ. ഇതും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ ഉത്തര സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിന് പറയുന്നതാണ് ലൂ. ഇൻഡോ ഗംഗാ സമതലങ്ങളിലും വടക്കൻ ഇന്ത്യയിലും പാകിസ്ഥാനിലോട്ടും വീശുന്ന കാറ്റാണ് ലൂ. ഈ കാറ്റുകൾ ശക്തമായി വീശുന്ന മാസങ്ങൾ മെയ്യും ജൂണുമാണ്. ലൂ ശക്തമായി വീശുന്ന മാസങ്ങൾ മെയ്, ജൂൺ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മരുഭൂമികളിൽ നിന്നാണ് ലൂ രൂപം കൊള്ളുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മരുഭൂമികളിൽ നിന്നാണ് ലൂ രൂപം കൊള്ളുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ മരുഭൂമികളിൽ നിന്നാണ് ലൂ രൂപം കൊള്ളുന്നത്. വടക്കേ ഇന്ത്യൻ സമതലങ്ങളിൽ പഞ്ചാബ് മുതൽ ബീഹാർ വരെയുള്ള പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ ലൂ. വടക്കേ ഇന്ത്യൻ സമതലങ്ങളിൽ പഞ്ചാബ് മുതൽ ബീഹാർ വരെയുള്ള പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകളാണ് ലൂ. ഡൽഹിക്കും പാറ്റ്നയ്ക്കും ഇടയിൽ ഇവയുടെ തീവ്രത വളരെ കൂടുതലായിരിക്കും. ഇതിൻ്റെ ആൻസർ ഇപ്പം ഓപ്ഷൻ ഡി ആണ്, നോർവെസ്റ്റർ. ബംഗാളിലും അസ്സാമിലും വൈകുന്നേരം രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റ് നോർവെസ്റ്റർ. അടുത്ത ചോദ്യം ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം. ഓപ്ഷൻ എ ന്യൂഡൽഹി, ബി കൊൽക്കത്ത, സി ചെന്നൈ, ഡി മുംബൈ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊൽക്കത്ത. ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരം കൊൽക്കത്ത. ഈ രണ്ട് ക്വസ്റ്റ്യനും സെറ്റല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാവേ. ജോഗ്രഫി ഈ വർഷം ചോദിച്ചതിൽ ഇത് 2024 ജനുവരി 18 നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ കോഡ് 011/2024. ഇതിൽ നിന്ന് ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കത് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമുണ്ട്, നല്ല ക്വസ്റ്റ്യൻസ് വേറെയുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ക്വസ്റ്റ്യൻ കോഡിൽ 10ാമത്തെ ക്വസ്റ്റ്യൻ എഴുതുന്നത് ഈസ്റ്റിങ്സിനെ സംബന്ധിച്ച് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു. പ്രസ്താവനകൾ വായിച്ച് ശരിയായവ എഴുതുക. 1 വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ. 2 കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ. 3 ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു. 4 മൂല്യം രേഖപ്പെടുത്താറില്ല. ഇത് SCERT 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഭൂപടങ്ങളെന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ആ ചോദ്യം അതേപോലെ ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമല്ലേ. 8ാം ക്ലാസ്സിലെ ബുക്സ് തെതിലുണ്ട്. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആദ്യത്തെ പാർട്ട് 1ലാണ് ഈസ്റ്റിങ്സിനെ പറ്റി കിടക്കുന്നത്. 8ാം ക്ലാസ്സിലെ ബുക്കിൽ ബേസിക്സ് ആണ്. ഈസ്റ്റിങ്സും നോർത്തിങ്സും ഈ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്ക് ഈസ്റ്റിങ്സിനെ പറ്റി ഒന്ന് വായിക്കാം. വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണിത്. നമുക്ക് ആ ക്വസ്റ്റ്യനിലുണ്ട് അല്ലേ. പിന്നെ ഇവയുടെ മൂല്യം കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നു. കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നു. അത് നോക്കണേ, സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാം. ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് ഇടതുവശത്തായി കാണപ്പെടുന്ന ഈസ്റ്റിങ്സിൻ്റെ മൂല്യമാണ് സ്ഥാനനിർണ്ണയത്തിന് പരിഗണിക്കുക. ഇനി നോർത്തിങ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. കാരണം ഈ നോർത്തിങ്സും ഈസ്റ്റിങ്സും ആണ് ഭൂപടങ്ങളിൽ രേഖപ്പെടുത്താറുള്ളത്, ഉള്ള വരകളാണ്. അപ്പം കിഴക്ക് പടിഞ്ഞാറ് ദിശയിലാണ് നോർത്തിങ്സ് വരയ്ക്കുന്നത്. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള വരകളാണിത്, നോർത്തിങ്സ്. ഇവയുടെ മൂല്യം വടക്ക് ദിശയിലേക്ക് പോകുന്തോറും കൂടി വരുന്നു. മറ്റേത് എങ്ങനെയായിരുന്നു? ഈസ്റ്റിങ്സ് കിഴക്ക് ദിശയിലേക്ക് പോകുന്നതോറും കൂടി വരുന്നു. ആ പേര് തന്നെ ഉണ്ടല്ലോ, നോർത്ത് എന്ന് പറയുമ്പോൾ വടക്ക്, മറ്റേത് ഈസ്റ്റിങ്സ്, ഈസ്റ്റ് കിഴക്ക്, കിഴക്കോട്ട് പോകുന്നതോറും മൂല്യം കൂടി വരും. ഇവിടെ നോർത്തിങ്സ് വടക്കാകുമ്പോൾ വടക്കോട്ട് കൂടി വരും പോകുന്നതോറും. ഭൂപടത്തിലെ സവിശേഷതകൾക്ക് തൊട്ട് തെക്കായി കാണപ്പെടുന്ന നോർത്തിങ്സിൻ്റെ മൂല്യമാണ് സ്ഥാനനിർണ്ണയത്തിന് പരിഗണിക്കുക. ഈ ഈസ്റ്റിങ്സ് നോർത്തിങ്സ് രേഖകൾ ചേർന്നുണ്ടാകുന്ന ജാലികങ്ങളെ റെഫറൻസ് ഗ്രിഡ് എന്ന് പറയുന്നു. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഞാൻ ഇട്ടത്, ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ടത്.
ധരാതലീയ ഭൂപടത്തിൽ നോർത്തിങ്സും കാണും ഈസ്റ്റിങ്സും കാണും. ധരാതലീയ ഭൂപടത്തിനെ പറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയേക്കാം. ടോപ്പോഗ്രാഫിക് മാപ്പ് അഥവാ ധരാതലീയ ഭൂപടങ്ങൾ. ഈ സമഗ്രമായ ഒരു ഭൂസർവേ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഒരു ഭൂപടമാണ് ഈ ധരാതലീയ ഭൂപടങ്ങൾ. ഇത് പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും വളരെ സൂക്ഷ്മമായി ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. ഭൗമോപരിതലത്തിലെ ഉയർച്ച താഴ്ചകളും നദികൾ, മറ്റ് ജലാശയങ്ങൾ, വനങ്ങൾ, കൃഷിസ്ഥലങ്ങൾ, തരിശുഭൂമികൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ തുടങ്ങിയ പ്രധാനപ്പെട്ട ഭൗമോപരിതല സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ധരാതലീയ ഭൂപടങ്ങൾ. ഇതെല്ലാം നോക്കി വെക്കണം. സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കും. സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഈ ഇന്ത്യയിൽ ധരാതലീയ ഭൂപട നിർമ്മാണത്തിൻ്റെ ചുമതല ആർക്കാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സർവേ ഓഫ് ഇന്ത്യ എന്ന കേന്ദ്ര സർക്കാർ ഏജൻസിക്കാണ്. ഈ രാജ്യസുരക്ഷ പരിഗണിച്ച് തന്ത്രപ്രധാനങ്ങളായ ഭൂപ്രദേശങ്ങളിലെ ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കുന്നതിൽ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ധരാതലീയ ഭൂപടങ്ങൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സർവേ ഓഫ് ഇന്ത്യ ഭൂപടങ്ങൾ. അതൊന്ന് നോക്കി വെച്ചേക്കണേ. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണെന്ന് അറിയാമല്ലോ, ഡെറാഡൂൺ ആണ്. അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോ. അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഒരു മാർക്ക് കിട്ടി അത്രയായില്ലേ. ഈ ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതും SCERT ടെക്സ്റ്റിലുണ്ട്. ഭൂപ്രദേശങ്ങളുടെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന് ധരാതലീയ ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും. ഇനി എന്താ ഉള്ളത്? സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിന്. പിന്നെ നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക്. ഇതൊക്കെയാണ് ധരാതലീയ ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ. ഒന്നുകൂടെ പറയാം. ഭൂപ്രദേശങ്ങളിലെ ഭൗതികവും സാംസ്കാരികവുമായ സവിശേഷതകൾ വിശകലനം ചെയ്യുന്നതിന് സൈനിക പ്രവർത്തനങ്ങൾക്കും സൈനിക ഭൂപടങ്ങളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്ന ധരാതലീയ ഭൂപടങ്ങളാണ്. സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഒരു പ്രദേശത്തിൻ്റെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിഭവങ്ങൾ കണ്ടെത്തി പഠിക്കുന്നതിന് ധരാതലീയ ഭൂപടങ്ങളാണ് ഉപയോഗിക്കുന്നത്. നഗരാസൂത്രണ പ്രവർത്തനങ്ങൾക്ക് ധരാതലീയ ഭൂപടങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കിയേ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, പ്രസ്താവന എന്താ? വടക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ഈസ്റ്റിങ്സ് എന്നാണ്. നമ്മളിപ്പോൾ പഠിച്ചല്ലോ, വടക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളാണ് ഈസ്റ്റിങ്സ്. അപ്പോൾ ഒന്ന് ശരിയാണ്. വടക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ ഈസ്റ്റിങ്സും കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ നോർത്തിങ്സുമാണ്. അപ്പോൾ രണ്ടെന്തായാലും വരത്തില്ല. അപ്പോൾ നമ്മളിനി ഓപ്ഷനിൽ നോക്കി നമുക്ക് ഇന്ന് എലിമിനേറ്റ് ചെയ്യാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ള ഓപ്ഷനൊക്കെ നോക്കാം. ഡിക്കകത്ത് 1, 4 എന്നീ പ്രസ്താവനകൾ ശരിയാണ്. പിന്നെ സിക്കകത്ത് പ്രസ്താവന 4 മാത്രമേ ശരി. അപ്പം സി നമ്മൾ കട്ട് ചെയ്ത്. കാരണം എന്താ, ഒന്ന് ശരിയാണെന്ന് നമുക്കറിയാം, അത് പ്രസ്താവനയിലില്ല. എ ഓപ്ഷൻ, എയിൽ 2, 4 എന്നീ പ്രസ്താവനകളാണ് ശരി. അതും നമ്മൾ കളഞ്ഞ്. എയും സിയും നമ്മൾ ഒഴിവാക്കി. ഒന്നാമത്തെ പ്രസ്താവന ശരിയെന്ന് നമുക്കറിയാം. ഇനി നമുക്കറിയേണ്ടത് ബിയും ഡിയിലും ഇതിലേതാണെന്നാണ് അറിയേണ്ടത്. പിന്നെ രണ്ടാമത്തെ പ്രസ്താവന എന്തായാലും തെറ്റാണ്. കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകൾ നോർത്തിങ്സ് ആണ്. ഇനി 3 ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു. ധരാതലീയ ഭൂപടങ്ങളിൽ നോർത്തിങ്സും കാണും ഈസ്റ്റിങ്സും കാണും. അത് ശരിയാണ്. അപ്പോൾ 1, 3 എന്നീ പ്രസ്താവനകളാണ് ശരി. മൂല്യം രേഖപ്പെടുത്താറില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? മൂല്യം കൂടുമെന്ന് നമ്മൾ പഠിച്ചല്ലോ. കിഴക്കോട്ട് പോകുന്തോറും നോർത്തിങ്സിൻ്റെയും ഈസ്റ്റിങ്സിൻ്റെ അതായത് ഇതിലോട്ട് പോകുന്തോറും, ഈസ്റ്റിങ്സിൻ്റെ കിഴക്കോട്ട് പോകുന്തോറും മൂല്യം കൂടും, നോർത്തിങ്സിൻ്റെ വടക്കോട്ട് പോകുന്നവരും മൂല്യം കൂടും. അപ്പോൾ മൂല്യം രേഖപ്പെടുത്തും. അപ്പം ബി ഓപ്ഷനാണ് ശരി. 1, 3 ധരാതലീയ ഭൂപടത്തിൽ കാണപ്പെടുന്നതാണ് നോർത്തിങ്സും ഈസ്റ്റിങ്സും. എന്നാലേ ഭൂപടം വരയ്ക്കാൻ പറ്റൂ. ഇത് വളരെ ഈസിയാണ്. പ്രസ്താവനയൊക്കെ കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കുന്നതാണ്. ഒരു തരത്തിലും നമ്മൾ വിട്ടുകൊടുക്കരുത്. നമുക്ക് ഏതെങ്കിലും 2 എണ്ണം, ഞാൻ നേരത്തെ പറഞ്ഞു, 2 എണ്ണം അറിയാമെങ്കിൽ, ഒരെണ്ണം അറിയാമെങ്കിൽ തന്നെ നമുക്ക് ലോജിക്ക് വെച്ചൊരു മാർക്ക് നേടാം. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ബി ഓപ്ഷനാണ്. 1, 3 എന്നീ പ്രസ്താവനകളാണ് ശരി. ധരാതലീയ ഭൂപടത്തിൽ കാണുന്നു, വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കുന്ന രേഖകളാണ് ഈസ്റ്റിങ്സ്. ഇനി 11ാമത്തെ ചോദ്യം. ഈ ക്വസ്റ്റ്യനിൽ മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാതകം ഏതാണെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ ഫോൺ, ബി ഹാർമാറ്റൻ, സി ലൂ, ഡി ചിനൂക്ക്. ഇത് ജിയോഗ്രഫി 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ 2ാമത്തെ ചാപ്റ്റർ കിടപ്പുണ്ട്. 4 ഓപ്ഷൻ നമുക്കൊന്ന് വായിക്കാം. ഈ പ്രാദേശിക വാദങ്ങൾ എന്ന് പറഞ്ഞ ടോപ്പിക്, ലോക്കൽ വിൻഡ്സ്, മറ്റ് കാറ്റുകളെ അപേക്ഷിച്ച് താരതമ്യേന ചെറിയ പ്രദേശത്ത് മാത്രമായി അനുഭവപ്പെടുന്ന കാറ്റുകളാണ് പ്രാദേശിക വാദങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പം ഈ നമുക്ക് അതിൻ്റെ ഓപ്ഷനിലുള്ളത് ചിനൂക്ക് അല്ലേ, ഹെർമാറ്റൻ, ഫോണൊക്കെയാണ്.
ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദങ്ങളാണ് ചിനൂക്ക്, ഹർമാറ്റൻ, ഫോൺ. ലൂ, മാംഗോ ഷവർ, കാൽബൈശാഖി എന്നിവ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദങ്ങളാണ്. അപ്പോൾ അതൊന്ന് നോക്കി വെക്കണം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. എന്താ വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റിൽ ചോദിക്കാം, ഈ പ്രാദേശികമായ മർദ്ദ വ്യത്യാസങ്ങൾ മൂലം രൂപം കൊള്ളുന്ന ഇത്തരം കാറ്റുകൾക്ക് ശക്തിയും കുറവായിരിക്കും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇത്തരം പ്രാദേശിക വാദങ്ങളുണ്ട്. ലൂ, മാംഗോ ഷവർ, കാൽബൈശാഖി എന്നിവ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശിക വാദങ്ങളാണ്. ഓർത്ത് വെച്ചോണം, ലൂ, മാംഗോ ഷവർ, കാൽബൈശാഖി. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴും അതിനകത്ത് ഉണ്ടായിരുന്നു ഇതിനെപ്പറ്റി, നമ്മളത് പഠിച്ചായിരുന്നു. ഇനി ചിനൂക്ക്, ഹർമാറ്റൻ, ഫോൺ തുടങ്ങിയ ഇവ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ അനുഭവപ്പെടുന്നവയാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പം ചിനൂക്ക്, ഹർമാറ്റൻ, ഫോൺ ഇത് സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ മാറ്റി കുഴപ്പിച്ച് ചോദിക്കാം, വരുന്ന LDCക്കും സെക്കൻഡ് ടെസ്റ്റിനുമല്ല. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. അത് ചോദിച്ചിട്ടുണ്ട്, LDCക്കും LGSനും ചോദിച്ചു. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയിലൂടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക്. ഈ കാറ്റിൻ്റെ ഫലമായി റോക്കി പർവ്വത നിരയുടെ കിഴക്കേ ചരിവിലെ മഞ്ഞുരുകി മാറുന്നതിനാലാണ് ഇവയ്ക്ക് മഞ്ഞുതീനി എന്ന അർത്ഥം വരുന്ന ചിനൂക്ക് എന്ന പേര് ലഭിച്ചത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? മഞ്ഞുതീനി എന്ന അർത്ഥം വരുന്നത്. ചിനൂക്കാണ് ആൻസർ. അതിൻ്റെ കാരണവും ടെക്സ്റ്റിനകത്തുണ്ട്. ഇപ്പോൾ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ചിനൂക്ക്, മഞ്ഞുതീനി, ചിനൂക്ക്. ശൈത്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും പ്രയോജനപ്രദമായ കാറ്റ് എന്ന് വെച്ചാൽ അതും ചിനൂക്ക്. ലാസ്റ്റത്തെ സെൻറ്റൻസ് കണ്ട, ശൈത്യത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനാൽ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് ഈ കാറ്റ് ഏറെ പ്രയോജനപ്രദമാണ്. അപ്പോൾ ചിനൂക്ക് തന്നെ 3 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫോൺ. ഈ ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് ഓപ്ഷനിലുള്ള അടക്കം പഠിക്കാം. ഇതും ചോദിച്ചിട്ടുള്ള, ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റ് ഏതാണ്? ഫോൺ. പലതവണ ഞാൻ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഈ കാറ്റ് താഴ്വാരത്തേക്ക് ഇറങ്ങുമ്പോൾ സമ്മർദ്ദം കൊണ്ട് ചൂടാകുന്നതിനാൽ ആ ഭാഗത്തെ അന്തരീക്ഷത്തിലെ തണുപ്പിൻ്റെ കാഠിന്യം കുറയാൻ കാരണമാകുന്നു. മറ്റേ ചിനൂക്ക് ഉഷ്ണക്കാറ്റാണ്, വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ്. ഇത് ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റാണ് ഫോൺ. ഇനി ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാതകം ഏതാണെന്ന് വെച്ചാൽ അത് ഹർമാറ്റനാണ്. പൊതുവെ ഈർപ്പം നിറഞ്ഞ അസുഖകരമായ കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റ് എത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടും. അതുകൊണ്ട് ജനങ്ങൾ ഇവയെ ഡോക്ടർ എന്ന് വിളിക്കുന്നു. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാതം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് ഹർമാറ്റൻ. ഇങ്ങനെയൊന്നും ഓർത്തിരുന്നാൽ മറന്നു പോകത്തില്ല. ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് വീശുന്ന പ്രാദേശിക വാതമാണ് ഹർമാറ്റൻ. പൊതുവെ ഈർപ്പം നിറഞ്ഞ് അസുഖകരമായ കാലാവസ്ഥ നിലനിൽക്കുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് ഈ കാറ്റ് എത്തുന്നതോടെ കാലാവസ്ഥ മെച്ചപ്പെടുന്നതിനാൽ ജനങ്ങൾ ഇവയെ ഡോക്ടർ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഡോക്ടർ എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ്? ഹർമാറ്റൻ. ഇനി ലൂ ഉഷ്ണക്കാറ്റ് എന്താണ്? ലൂ എന്ന ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലാണ് വീശുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഓപ്ഷൻ തന്നിട്ട്. അത് ലൂ. ഉഷ്ണകാലത്ത് രാജസ്ഥാൻ മരുഭൂമിയിൽ നിന്ന് വീശുന്ന ഈ കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിലെ തീക്ഷ്ണത വർദ്ധിക്കാൻ കാരണമാകുന്നു. അതായത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ വേനലിലെ തീക്ഷ്ണത വർദ്ധിക്കാൻ കാരണമാകുന്ന കാറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ലൂ. ഓപ്ഷൻ നോക്കണം. ഇത് പഠിക്കുന്നതിനുള്ള ഈ ഒരു ക്വസ്റ്റ്യനോടെ പഠിക്കണം. ഞാനൊരു പരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ട്. ആൽപ്സ് പർവ്വത നിരയിൽ നിന്ന് റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റുകൾ ഏതാണെന്നൊരു ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അത് മിസ്ട്രലാണ്. ഓപ്ഷൻ നമ്മളെ തെറ്റിക്കാൻ ഇതും കാണും, ആ ചിനൂക്കൊക്കെ കാണും. ആൽപ്സ് പർവ്വത നിരയിൽ നിന്ന് റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ സീയിലേക്ക്, അതായത് മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റുകൾ മിസ്ട്രൽ. സ്പെയിനിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് അനുഭവപ്പെടുന്ന കാറ്റാണ് ഈ മിസ്ട്രൽ. സ്പെയിനിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് അനുഭവപ്പെടുന്ന കാറ്റാണ് മിസ്ട്രൽ. സസ്യജാലങ്ങളെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന കാറ്റാണെന്ന് വെച്ചാൽ അത് മിസ്ട്രലാണ്. അപ്പോൾ ആൽപ്സ് പർവ്വതനിരയിൽ നിന്ന് റോൺ താഴ്വരയിലൂടെ മെഡിറ്ററേനിയൻ കടലിലേക്ക് വീശുന്ന ശീതക്കാറ്റുകൾക്ക് പറയുന്നതാണ് മിസ്ട്രൽ. സ്പെയിനിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് അനുഭവപ്പെടുന്ന കാറ്റാണ് മിസ്ട്രൽ. സസ്യജാലങ്ങളെ ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന കാറ്റാണ് മിസ്ട്രൽ. മഞ്ഞുതീനി എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി, ചിനൂക്ക്. ഡി ഓപ്ഷനാണ് ചിനൂക്ക്. ആ ബാക്കിയുള്ള 3 ഓപ്ഷനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് പഠിക്കണേ, പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. 12ാമത്തെ ചോദ്യമായിരുന്നു ഈ ക്വസ്റ്റ്യനിൽ. ആഗോള മർദ്ദമേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല കണ്ടെത്തുക. കണ്ടോ, നമ്മൾ ആ റോറിംഗ് 40s ഒക്കെ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് തന്നെ ഉള്ളതാണ്. കറങ്ങിത്തിരിഞ്ഞ് ഇവിടുന്നൊക്കെ തന്നെ PSC ചോദിക്കത്തുള്ളൂ. ഓപ്ഷൻ എ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ബി ഉപദ്രൂപിയ ന്യൂനമർദ്ദ മേഖല, സി മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഡി ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. നമുക്കത് നോക്കാം.
ഇതിൻ്റെ ആൻസർ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. നമുക്കൊന്ന് വായിക്കാം. അത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് പറയും. വർഷം മുഴുവൻ സൂര്യരശ്മികൾ, അതായത് സൺറൈസ്, സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അതുകൊണ്ട് തന്നെ ഈ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കും. സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മേഖലയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടും ഉടനീളം. അതായത് മധ്യരേഖ, ഭൂമിയുടെ മധ്യരേഖയ്ക്ക് തെക്ക് 5 ഡിഗ്രി മുതൽ വടക്ക് 5 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഈ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല സ്ഥിതി ചെയ്യുന്നത്. വായു വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പോകുന്നു എന്നതുകൊണ്ടാണ് ഇവിടെ കാറ്റുകൾ തീരെ ദുർബലമാണ്. കാറ്റുകളില്ലാത്ത മേഖല എന്ന അർത്ഥത്തിലാണ് ഇതിന് നിർവാത മേഖല എന്നും അറിയപ്പെടുന്നത്. ഡോൾഡ്രം ഏതാണെന്ന് പണ്ട് ഡിഗ്രി ലെവൽ പരീക്ഷ മൊത്തം ഇംഗ്ലീഷിലായിരുന്നു, മലയാളത്തിലൊന്നും ചോദിക്കത്തില്ല. അപ്പോൾ ഡോൾഡ്രം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അപ്പോൾ നിർവാത മേഖല എന്നറിയപ്പെടുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയാണ്. പണ്ട് പായ്ക്കപ്പലുകളിൽ സഞ്ചരിച്ചിരുന്ന യാത്രികർക്ക് ഇവിടെ പേടി സ്വപ്നമായിരുന്നു ഈ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഈ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയും കൂടെ പഠിക്കണം. ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടുന്ന മേഖലയാണ് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഞാൻ അതിനാണ് ആ ഫിഗർ കൂടെ എടുത്തത്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, ഇത് രണ്ടും മാറി മാറി ചോദിച്ചിട്ടുള്ള ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എന്നറിയപ്പെടും. ഡോൾഡ്രം ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, അതായത് നിർവാത മേഖല, മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. നിർവാത മേഖല എന്നറിയപ്പെട്ടിരുന്നത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയ്ക്ക് അറിയപ്പെട്ടിരുന്ന പേരാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ്. ഈ 12ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ സി ആണ്. ആൻസർ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. ആഗോളമർദ്ദന മേഖലകളിൽ നിർവാത മേഖല എന്നറിയപ്പെടുന്ന മർദ്ദമേഖല മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അടുത്തതും SCERT 10ാം ക്ലാസ്സിലെ ജോഗ്രഫി എന്നുള്ള ബുക്കാണ്. അതേ ചാപ്റ്റർ, 1ാമത്തെ ചാപ്റ്ററാണ്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും? ഇത് SCERT ടെക്സ്റ്റ് അതേപോലെ അടപ്പുണ്ട്. ഗ്രീനിച്ചിൻ്റെ കിഴക്കായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതിനാൽ ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് കൂടുതലായിരിക്കും ഇന്ത്യയിലെ സമയം. ഇപ്പോൾ ഇന്ത്യയിലെ സമയം ഈക്വൽ ടു ഗ്രീനിച്ച് സമയം പ്ലസ് സമയ വ്യത്യാസം എന്ന് പറയുന്നത് 12 മണിയല്ലേ ചോദിച്ചിരിക്കുന്നത്. 12 മണി അധികം 5 മണിക്കൂർ 30 മിനിറ്റ്, അപ്പോൾ 5:30 PM ആണ്. ഉച്ചയ്ക്ക് 12 മണിക്കല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 12 കഴിഞ്ഞ് 5.5 മണിക്കൂർ കൂടുതലാകുമ്പോൾ 5:30 PM ആണ്. നമ്മളെ തെറ്റിക്കാനായിട്ട് 5:30 AM ഓപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കണം, ഉച്ചയ്ക്ക് 12 മണി, രാവിലെ 12 മണി എന്നുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയാണ് ചോദിച്ചിരിക്കുന്നത്. SCERT ടെക്സ്റ്റ് അതേപോലെ കിടപ്പുണ്ട് കേട്ടോ, അതാണ് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ക്വസ്റ്റ്യൻ നോക്കിയാൽ 13 ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രീനിച്ച് സമയം 12 മണിയായിരിക്കുമ്പോൾ ഇന്ത്യയിലെ സമയം ചോദിച്ചാലാണ് 5:30 PM. ഇവിടെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ സമയമല്ലേ മുന്നിൽ, നമ്മൾ ഈ 12 മണിയിൽ നിന്ന് 5.5 മണിക്കൂർ കുറയ്ക്കണം. അപ്പം 12 5 മണിക്കൂർ 30 മിനിറ്റും കുറയ്ക്കുമ്പോൾ 6:30 6:30 രാവിലെയാണ്, AM ആണ്. ഇന്ത്യയിലെ സമയമാണ് മുന്നിൽ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 6:30 AM ആണ്. തെറ്റിക്കരുത്, ഞാൻ അതാണ് SCERT ടെക്സ്റ്റും കൂടെ കാണിച്ചത്. അപ്പം 13ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ ഗ്രീനിച്ചിലെ സമയം എത്രയായിരിക്കും എന്ന് വെച്ചാൽ 6:30 AM ആണ്. അതായത് നേരെ തിരിച്ചായിരുന്നെങ്കിലാണ് നമ്മൾ കണ്ട പോലെ 5:30 PM വരുന്നത്. അതിന് കാരണം ഗ്രീനിച്ചിനേക്കാളും ഇന്ത്യൻ സമയം 5.5 മണിക്കൂർ കൂടുതലായതുകൊണ്ടാണ്. 12 മണിയായിരിക്കുമ്പോൾ നമ്മൾ കൂടുതൽ കുറയ്ക്കണം. 12 മണിയിൽ നിന്ന് മാറിപ്പോരുത്. തെറ്റിക്കാൻ വേണ്ടി PSC ഇങ്ങനെ ഇടും. ഒരു മാർക്കും അതിൻ്റെ നെഗറ്റീവും പോകും കേട്ടോ. കേരളത്തിൻ്റെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. 1 ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്. 2 സഹ്യപർവ്വതനിരയുടെ ഭാഗം. 3 റബ്ബർ ധാരാളമായി കൃഷി ചെയ്യുന്ന സ്ഥലം. 4 സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശം. തീരദേശ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളാണ്. അത് ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഒന്നാണ് ഓപ്ഷൻ സി, ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് കേരളത്തിൻ്റെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻ എ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ, ബി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ, സി തെക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ, ഡി വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്ന ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഓപ്ഷൻ എ 62 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക്. അതല്ല,
സി ആണ് ആൻസർ. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം. ആ ഓപ്ഷൻ എ കണ്ടോ, 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക്, 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക്. അതാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം. ഈ ചോദ്യം എനിക്ക് ഭയങ്കര പേടിയുള്ളതായിരുന്നു. 2013 ഞാൻ ആദ്യം എക്സാം എഴുതുന്നത്. അന്ന് തൊട്ട് ഒരു 2 വർഷം എഴുതിയ എക്സാമിലൊക്കെ ഈ ചോദ്യം ഞാൻ പഠിക്കത്തില്ല. പരീക്ഷയ്ക്ക് കയറുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പേ പഠിക്കത്തുള്ളൂ, മറന്നുപോകും. ഏറ്റവും എനിക്ക് ഓർമ്മയുണ്ടാവും ഈ സാധനം ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളത്. പരീക്ഷയ്ക്ക് 1:30 കയറുന്നതിന് മുമ്പ് ആ സമയത്താണ് നോക്കുന്നത്. അങ്ങനെ കാണാപ്പാഠം പഠിച്ച് കയറിക്കൊണ്ടിരുന്നത്. ഈ ചോദ്യം തന്നെ മക്കളെ 2022 സിവിൽ എക്സൈസ് ഓഫീസറിനും ചോദിച്ചായിരുന്നു. ഇതേപോലെ തന്നെ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ വരുന്ന എൽഡിക്കും എല്ലാത്തിനും പ്രതീക്ഷിക്കാം. ഒന്നില്ലെങ്കിൽ രേഖാംശ സ്ഥാനമായിരിക്കും ചോദിക്കുന്നത്. ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 1. മാനസരോവർ തടാകത്തിൽ നിന്ന് ഉത്ഭവം. തെറ്റ്. ബി. അറബിക്കടൽ പതിക്കുന്നു. തെറ്റ്. 3. 2900 കിലോമീറ്റർ നീളം. തെറ്റ്. ഇതിൽ ഗംഗയുടെ ഉത്ഭവം ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗൗമുഖ് നിന്നൊരു ചെറു അരുവിയായിട്ട് ഉത്ഭവിക്കുന്നതാണ് ഗംഗ. അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യനിൽ പറയുന്ന സ്റ്റേറ്റ്മെൻ്റൊക്കെ തെറ്റാണ്. ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ. ഗാംഗ്ടോക്ക് ഗംഗയുടെ പോഷക നദിയാണ്. അത് മാത്രമാണ് ശരിയായ പ്രസ്താവന. ഡി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏത്? നീളം എന്ന പേരിൽ അറിയപ്പെടുന്ന ഭാരതപ്പുഴയാണ്. അത് ശരിയാണ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴയാണ്. അത് തെറ്റാണ്. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അതെ, ഭാരതപ്പുഴ ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴ തീരത്തായിരുന്നു. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് തെറ്റ്. ഓപ്ഷൻ ബി ആണ് തെറ്റ്. കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി പെരിയാർ, ഭാരതപ്പുഴ അല്ല. ഇത് 2024 ഏപ്രിൽ 16 നടന്ന പരീക്ഷയിലാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 039/2024. ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, ജോഗ്രഫി ക്വസ്റ്റ്യൻസ് നോക്കാം. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലിപ്പുലേക്ക്, ബി നാഥുല, സി ഷിപ്കില, ഡി സോജില. SCRT 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൽ ഉത്തരപർവ്വത മേഖലകളിലെ ചുരങ്ങളെന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഈ ഓപ്ഷനിലുള്ള 4 ചുരവും അത് ഏതൊക്കെയാണ് കണക്ട് ചെയ്യുന്നതെന്നും പറഞ്ഞ് കിടക്കുന്നുണ്ട്. നോക്കിയാൽ ലിപ്പുലേക്ക് ചുരമാണ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഷിപ്കില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതാണ്? ഹിമാചൽ പ്രദേശും ടിബറ്റും. സോജില ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് ശ്രീനഗർ, കാർഗിൽ. നാഥുല ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശമാണ് സിക്കിം, ടിബറ്റ്. ഈ നാഥുല ചുരത്തിന് പ്രത്യേകതയുണ്ട്. സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരമാണ് നാഥുല ചുരം. സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്ന ചുരമാണ് നാഥുല ചുരവേ. നമ്മുടെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ ആണ്, ലിപ്പുലേക്ക് ചുരം. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരമാണ് ലിപ്പുലേക്ക്. ലിപ്പുലേക്ക് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയൻ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? വീണ്ടും ഒരു പ്രസ്താവന ചോദ്യമാണ്. അതിലോരോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ. ഒന്നാമത്തത്, അതിവിസ്തൃതമായ വിഷ്ടിപ്രദേശം. കടിഞ്ഞ ശിലകളായതിനാൽ ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. 3 സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. 4 താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. 1ഉം 4ഉം കൂടെ എന്തായാലും വരത്തില്ല. അവിടെ ഒരു കോമൺ സെൻസ് ഉപയോഗിക്കണം. കാരണം അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശവും ആണെങ്കിൽ പിന്നെ താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം ആകത്തില്ലല്ലോ. അപ്പോൾ സി ഓപ്ഷനായി ഇവയെല്ലാം ശരി. നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്ത് കളയാം. 1-4 എന്തായാലും വരില്ലല്ലോ. 1ന് ഓപ്പോസിറ്റ് അല്ല 4. അങ്ങനെ ഒരു ലോജിക്കുണ്ട്. പിന്നെ ഉള്ളത് 2ഉം 3ഉം ഇനിയാണ് നോക്കേണ്ടത്. അപ്പോൾ സി നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ഇനി എ, ബി, ഡി ഇവയിൽ ഏതാണ് ശരിയെന്ന് നോക്കണം. ഇതും സ്കൂൾ ടെക്സ്റ്റ് ബുക്കാണ്. ഹിമാലയ നദികളെ പറ്റി ഒന്ന് വായിക്കാം. ഹിമാലയ നദികൾ ഉത്തരപർവ്വത മേഖലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. ഹിമാലയത്തിലെ മഞ്ഞുമൂടിയ കൊടുമുടികളും ഹിമാനികളും ശുദ്ധജലത്തിൻ്റെ വൻ ശേഖരങ്ങളാണ്. മഞ്ഞുപാളികൾ ഉരുകി രൂപം കൊള്ളുന്ന നീർച്ചാലുകൾ ചേർന്ന് അനേകം മഹാനദികൾ ജന്മമെടുക്കുന്നു. ഇവ ഹിമാലയൻ നദികളെന്നറിയപ്പെടുന്നു. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമുള്ളത് കൊണ്ടും മഴയിൽ നിന്നും മഞ്ഞിൽ നിന്നും ജലം ലഭിക്കുന്നതിനാലും വർഷം മുഴുവൻ ജലലഭ്യതയുള്ള നദികളാണിവ. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശങ്ങളുണ്ട് ഹിമാലയൻ നദിക്ക്. അപ്പം വിസ്തൃതമായ വൃഷ്ടിപ്രദേശമുള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റാണ്. ചരിവ് കൂടിയ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നത് കൊണ്ടും
ഹിമാലയത്തിൻ്റെ മിക്ക ഭാഗവും അവസാദശിലകളായതിനാലും ഈ നദികളെല്ലാം പർവ്വത മേഖലകളിൽ ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിക്കുന്നു. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണ് പറഞ്ഞത്? കടിഞ്ഞ ശിലകളായതുകൊണ്ട് ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിക്കുന്നില്ല എന്നല്ലേ? അത് മാറിയില്ലേ? ചരിവ് കൂടിയ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നത് കൊണ്ടും ഹിമാലയത്തിൻ്റെ മിക്ക ഭാഗവും അവസാദശിലകളായതിനാലും ഈ നദികളെല്ലാം പർവ്വത മേഖലകളിൽ ആഴമേറിയ താഴ്വരകൾ സൃഷ്ടിക്കുന്നു. നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ വായിച്ചതിൽ നിന്ന് അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശമുണ്ട്, ശരിയാണ്. പിന്നെ അവസാദശിലകളായതിനാൽ ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കുന്നു. അപ്പം ഈ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. മൂന്നാമത്തത് സമതലങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യതയുണ്ട്, അത് ശരിയാണ്. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം, അത് വരില്ല. 1ഉം 4ഉം കൂടി ഒരുമിച്ച് വരത്തില്ലല്ലോ. നമുക്കിവിടെ 2 കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് എലിമിനേഷൻ മെത്തേഡ് ചെയ്യാം. ഒന്ന് അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, 1. പിന്നെ ആ 2 നമുക്കറിയാമല്ലോ, അപ്പോൾ 2 എന്തായാലും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 1ഉം 3ഉമാണ് ശരി. ഇങ്ങനൊരു എലിമിനേഷൻ മെത്തേഡ്, ഇങ്ങനൊരു ലോജിക്ക് വേണം ചിന്തിക്കാൻ. ഹിമാലയത്തിന് മുകളിലായി ട്രാൻസ് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ അറിയപ്പെടുന്നത്. ട്രാൻസ് ഹിമാലയൻ നദികൾ, പ്രധാന ഹിമാലയൻ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. പ്രധാന ഹിമാലയൻ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്നവയിൽ മില്യൺ ഷീറ്റുകളുടെ തോത് ഏത്? ഇതൊന്നും നമ്മൾ നേരത്തെ പഠിച്ച ഭൂപടങ്ങളുടെ ചാപ്റ്ററിലുണ്ട്, കാണിച്ചു തരാവേ. ഇത് ധരാതലീയ ഭൂപടങ്ങളുടെ ആ ടോപ്പിക്കിൽ കിടക്കുന്നതാണ്. ഇന്ത്യയിലെ ടോപ്പോ ഷീറ്റുകൾക്ക് നമ്പർ നൽകിയിരിക്കുന്നത് ഇന്ത്യയും സമീപ രാജ്യങ്ങളും അടങ്ങിയ ഭൂപട പരമ്പര അടിസ്ഥാനമാക്കിയാണ്. ഈ പരമ്പരയിൽ ഉൾപ്പെട്ട ഷീറ്റുകൾ ഓരോന്നും 1:10 ലക്ഷം എന്ന തോതിലായതിനാൽ ഇവ മില്യൺ ഷീറ്റുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ 1:10 ലക്ഷമാണ്. നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മില്യൺ ഷീറ്റുകളുടെ തോത് ഡി, 1:10 ലക്ഷം. ഈ പരീക്ഷയിൽ ജോഗ്രഫിയുടെ പോർഷനിൽ കയറി ചോദിച്ചാണ്. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഏതാണ്? ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത്? അതിൻ്റെ ആൻസർ ഇടമലക്കുടിയാണ്, സി. ഈ നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ ഓപ്ഷൻ ഡി, റാബിയാണ്. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷിരീതിയാണ് റാബി. ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ കൃഷി ആരംഭിച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവെടുക്കുന്നവയാണ് റാബി വിളകൾ. ശൈത്യകാല വിളകളെന്നും റാബി വിളകൾ അറിയപ്പെടുന്നുണ്ട്. പ്രധാന റാബി വിളകൾ ഗോതമ്പ്, ബാർലി, കടുക്, പയർവർഗ്ഗങ്ങൾ. മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷിരീതിയാണ് റാബി. ശൈത്യകാല വിളകളെന്നും കൂടെ അറിയപ്പെടുന്നു. പ്രധാന റാബി വിളകൾ ഗോതമ്പ്, ബാർലി, കടുക്, പയർവർഗ്ഗങ്ങൾ. അപ്പം 13 നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലാവസ്ഥ റാബിയാണ്. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഇടമലക്കുടി. ഫെബ്രുവരി 17, 2024 നടത്തിയ എക്സാമാണ്. ക്വസ്റ്റ്യൻ കോഡ് 025/2024. അതിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചാണ്, ജിയോഗ്രഫി എന്നുള്ള. അതിൻ്റെ ഉത്തരം കാനഡയാണ് PSC കൊടുത്തിരുന്നത്. പിന്നെ കടുപ്പം കുറഞ്ഞ ധാതു, അത് ടാൽക്കാണ്, ടാൽക്ക്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഡി, കാനഡ. കടുപ്പം കുറഞ്ഞ ധാതു ഡി, ടാൽക്ക്. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപ രൂപവൽക്കരണ സഹായി. ഇതിന് ഓപ്ഷൻ ബി ആണ് ആൻസർ, ഭൂഗർഭജലം. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന ഭൂരൂപ രൂപവൽക്കരണ സഹായി ഭൂഗർഭജലം. ഓപ്ഷൻ ബി ആണ് ഭൂഗർഭജലം. ഈ 10ാമത്തെ ക്വസ്റ്റ്യൻ ഈ ചോദ്യ പേപ്പറിൽ തന്നെ, ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ. ഓപ്ഷൻ എ സംവഹന വൃഷ്ടി, ചക്രവാത വൃഷ്ടി, പർവ്വതവൃഷ്ടി, പ്രതിചക്രവാത വൃഷ്ടി. പിന്നെ മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ. അത് നമ്മൾ നേരത്തെയും പ്രാദേശികവാദങ്ങൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തപ്പോൾ കണ്ടതാണ്. അവിടെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുകയാണ്. ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഓപ്ഷൻ എ സംവഹന വൃഷ്ടി. മൺസൂൺ കാലത്തിന് മുമ്പ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ മാംഗോ ഷവർ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 15ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം. ഓപ്ഷൻ എ ഡിസംബർ മുതൽ ജനുവരി വരെ, ബി ജൂൺ മുതൽ ജൂലൈ വരെ, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ, ഏപ്രിൽ മുതൽ മെയ് വരെ. ജൂൺ ജൂലൈ മാസത്തിൽ കൃഷി ആരംഭിച്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ വിളവെടുക്കുന്നതാണ് ഖാരിഫ് വിളകൾ. പ്രധാന ഖാരിഫ് വിളകൾ നെല്ല്, ചോളം, പരുത്തി, എള്ള്, കരിമ്പ്, സോയാബീൻ, ബജറ, ജോവർ, നിലക്കടല. ഇതിന് മൺസൂൺ വിളകളും എന്നറിയപ്പെടുന്നു. ഖാരിഫ് വിളകൾ മൺസൂൺ വിളകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ.
ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് മെയ് 14 നടന്ന 057/2024 നടന്ന പരീക്ഷയാണ്. അതിൽ നിന്നുള്ള ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 25ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? നമുക്ക് ഓരോ നദി നോക്കാം. കാവേരി കൃഷ്ണ ഉണ്ട്, നർമ്മദ താപ്തി, ഗോദാവരി മഹാനദി, മഹാനദി കൃഷ്ണ. ഇതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം എന്നാണ് ഒരു പ്രസ്ഥാന മോഡൽ ഒരു ചോദ്യമാണ്. പ്രധാന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി, ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഇതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും. കിഴക്കോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. 2 ഇതിനകത്ത് പടിഞ്ഞാറോട്ടൊഴുകും. 2 മാത്രമേ ഉള്ളൂ, നർമ്മദയും താപ്തിയും. നർമ്മദ, താപ്തി നദികളുടെ പതനസ്ഥാനം അറബിക്കടലാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കണം. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോദാവരി. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ നർമ്മദയും താപ്തിയും, അത് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഈ ചോദ്യപേപ്പറിൽ 45ാമത്തെ ചോദ്യമായിരുന്നു. താഴെ എഴുതിയതിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ കത്തിയവാർ പീഠഭൂമി, ബി സുന്ദർബൻ ഡെൽറ്റ, സി ആരവല്ലി ഉപദ്വീപ്, ഡി ഹൂഗ്ലി പർവ്വതം. ഇത് മാച്ച് ദ ഫോളോയിങ് പോലെയാണ്. എ ഓപ്ഷൻ കണ്ട കത്തിയവാർ എന്തോ പീഠഭൂമിയല്ല. നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ പടിഞ്ഞാറൻ തീര സമതലങ്ങളിലെ സ്ഥലങ്ങൾ പഠിച്ചായിരുന്നു. കത്തിയവാർ, കൊങ്കൺ കോസ്റ്റ്, അങ്ങനെ പടിഞ്ഞാറൻ തീര സമതലത്തിലുള്ളതാണ് കത്തിയവാർ, പീഠഭൂമിയല്ല. ബി. സി നോക്കുക, ആരവല്ലി എന്തോ ഉപദ്വീപാണോ? അല്ല, പർവ്വത നിരകളാണ്. ഡി ഹൂഗ്ലി പർവ്വതമാണോ? അല്ല, നദിയാണ്. ബി സുന്ദർബൻ ഡെൽറ്റയാണ്. അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം. ഓപ്ഷൻ എ 50 സെൻറ്റിമീറ്ററിൽ താഴെ മഴ, ബി 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂട്, സി നീർവാഴ്ചയുള്ള മണ്ണ്, ഡി ലാറ്ററൈറ്റ് മണ്ണ്. ഇതിനകത്ത് ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി ആണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നീർവാർച്ചയുള്ള മണ്ണാണ് കേരളത്തിലെ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം. 28ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ എ ഗോവ, ബി ആന്ധ്രാപ്രദേശ്, സി മഹാരാഷ്ട്ര, ഡി ഗുജറാത്ത്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ് ഉൾപ്പെടാത്തതാണ്? ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശാണ്. ഈ ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, കേരളമൊക്കെ അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ്. ഇനി ഇപ്പുറത്ത് വരുമ്പോൾ ആന്ധ്രാപ്രദേശ്, ഒഡീഷയൊക്കെ ബംഗാൾ ഉൾക്കടലുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. അപ്പം ബി ആണ് ആൻസർ, ആന്ധ്രാപ്രദേശ്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. ബംഗാൾ ഉൾക്കടലുമായിട്ടാണ് ആന്ധ്രാപ്രദേശ് അതിർത്തി പങ്കിടുന്നത്. ഇത് മെയ് 6 നടന്നൊരു ഡ്രൈവർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് കുറച്ച് നമുക്ക് ജോഗ്രഫി ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കത് വർക്കൗട്ട് ചെയ്യാം. 053/2024 അതാണ് ക്വസ്റ്റ്യൻ കോഡ്. ഈ 3 ക്വസ്റ്റ്യൻ നോക്കിയേ, 34, 35, 36. ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത്? ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമേത്? 36 പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഈ 3 ക്വസ്റ്റ്യൻ നമ്മൾ പല പരീക്ഷകൾക്കും കണ്ടുള്ളത്. ഇത് ഡ്രൈവർ പരീക്ഷയാണെന്നായിരിക്കാം ഇത്ര സിമ്പിളായിട്ട് ഇട്ടിരിക്കുന്നത്. ഇന്ത്യയുമായി ഏറ്റവും അധികം കരാതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശാണ്. ഓപ്ഷൻ ഡി. ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. ഓപ്ഷൻ ബി ആണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ബംഗ്ലാദേശ് ഇന്ത്യയായിട്ട് ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം. ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഓപ്ഷൻ ബി എക്കൽ മണ്ണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഓപ്ഷൻ ഡി ആനമുടി. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മറ്റൊരു 2 ചോദ്യങ്ങളാണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? ഈ വർഷം തന്നെ നടന്ന മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഈ ചോദ്യം ഡിസ്കസ് ചെയ്തായിരുന്നു. അതിനകത്ത് NW3 കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? അത് ഉത്തരായന രേഖയാണ്. 29ൻ്റെ ആൻസർ ഓപ്ഷൻ ബി NW3. 30ൻ്റെ ആൻസർ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഉത്തരായന രേഖ. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ചോദിക്കാറുണ്ട്. അത് 4 സംസ്ഥാനങ്ങൾ ഇതിൽ ഏതാണ് കടന്നു പോകാത്തതെന്ന് ചോദിക്കും. നമുക്ക് ആ സംസ്ഥാനങ്ങളൊന്ന് വേണമെങ്കിൽ നോക്കാം. ഉത്തരായന കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 8 എണ്ണമാണ്.
അത് നമ്മൾ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് അത് നടുക്കോട്ടൊരു വര വരയ്ക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതാക്കാൻ പറ്റും. അതായത് ഗുജറാത്ത്, രാജസ്ഥാൻ അടുത്താണ്. അവിടെ നിന്ന് അങ്ങോട്ട് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, പിന്നെ ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം, ഇങ്ങനെ 8 സംസ്ഥാനങ്ങളാണ്. എളുപ്പം ഓർത്തിരിക്കാൻ പറ്റുന്നേ ഉള്ളൂ. നിങ്ങളൊരു ഫിഗർ നോക്കിയാൽ മതി, കറക്റ്റായിട്ട് കിട്ടും. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ, ത്രിപുര, മിസോറാം, 8 സംസ്ഥാനങ്ങൾ. 37, 38 ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏത്? ഓപ്ഷൻ എ പാക് കടലിടുക്ക്, ബി മലാക്ക കടലിടുക്ക്, സി ബെറിംഗ് കടലിടുക്ക്, ഡി മെഗല്ലൻ കടലിടുക്ക്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് പാക് കടലിടുക്കാണ്. ഹിമാലയൻ നദി അല്ലാത്തത് ഏത്? കൃഷ്ണ, രവി, യമുന, അളകനന്ദ. ഇതിൽ കൃഷ്ണയാണ്. കൃഷ്ണ ഏതാണ്? കൃഷ്ണ ഉപദ്വീപ്യൻ നദികളാണ്. ഉപദ്വീപ്യൻ നദികൾ ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി, കൃഷ്ണ, ഗോദാവരി, ഇതൊക്കെയാണ് ഉപദ്വീപ്യൻ നദികൾ. കാവേരി. അപ്പം രവി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഉണ്ട്, അത് സിന്ധു നദിയുടെ പോഷക നദിയാണ്. യമുന ഹിമാലയൻ നദി അറിയാമല്ലോ, അളകനന്ദ ഗംഗയുടെ പോഷകം. അപ്പം നമുക്ക് ഇതിനകത്ത് ഹിമാലയൻ നദി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്, കൃഷ്ണയാണ്. 37ൻ്റെ ആൻസർ ഓപ്ഷൻ എ, 38ൻ്റെ ആൻസർ ഓപ്ഷൻ എ, ഹിമാലയൻ നദി അല്ലാത്തത് കൃഷ്ണ. കൃഷ്ണ ഉപദ്വീപ്യൻ നദിയാണ്. നമുക്കിനി അടുത്ത പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് ജിയോഗ്രഫി ഇത്രയും ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇത് 2024 മെയ് 5 നടന്ന ഫീമെയിൽ വാർഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കുറേ പോസ്റ്റുകൾക്കായിട്ട് നടത്തിയ എക്സാമാണ്. അതിനകത്ത് നമുക്ക് ജിയോഗ്രഫിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ കോഡ് 052/2024. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ഈ കൊടുത്തവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം, അത് പശ്ചിമ അസ്വസ്ഥതയാണ്. ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം പശ്ചിമ അസ്വസ്ഥത. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദനത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? എ ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയാണ്, ബി ഏറ്റവും വലിയ എണ്ണപ്പാടം സുന്ദർഗഡാണ്, സി ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ബിയും സിയും ശരിയാണ്, ആ ഡി ഓപ്ഷൻ. ഇതിൽ എ ഓപ്ഷനാണ് ശരി, ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയാണ്. ഓപ്ഷൻ എ ആൻസർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയാണ്. 10ാമത്തെ ചോദ്യം, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. കണ്ട, ജലപാതയുടെ കാര്യം ഇതിപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യനാണ് ഈ വർഷം തന്നെ നടന്നതിൽ? റിപ്പീറ്റഡായിട്ട് വരും. ദേശീയ ജലപാത 3 നമുക്ക് കണ്ണും പൂട്ടി എഴുതാം. ഓപ്ഷൻ സി ആണ് എൻ്റെ ആൻസർ, ദേശീയ ജലപാത 3. ഇത് മെയ് 20 നടന്ന കൂലി വർക്കർ എക്സാമിൻ്റെ ആണ്. അത് ക്വസ്റ്റ്യൻ കോഡ് 061/2024. അതിൽ 30ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഓപ്ഷൻ എ പർവ്വത മേഖല, ബി ഉപദ്വീപ്യ പീഠഭൂമി, സി ഉത്തര മഹാസമതലം, ഡി തീര സമതലം. ഇതിനകത്ത് ആൻസർ വരുന്നത് സി ആണ്, ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഉത്തര മഹാസമതലമാണ്. ഇതാ ഊർജ്ജ സ്രോതസ്സിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. എന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സും എന്താണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സും? ഇതിനകത്ത് കൽക്കരി പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ്. കൽക്കരി പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. പിന്നെ തിരമാല, അത് ശരിയാണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. സൂര്യൻ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്ന പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. അപ്പോൾ ഇവിടെ ആകെ ഒരു പ്രസ്താവന 2 മാത്രമേ ശരിയുള്ളൂ. തിരമാല പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സാണ്. ഇത് ഇനിയും പ്രതീക്ഷിക്കുക, ഈ വർഷത്തിന് പലവട്ടം ചോദിച്ചില്ലേ. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? 9 ആണോ? 9 ജില്ലയിലെ കേരളത്തിൽ കടൽ തീരമുള്ളതായിട്ടുള്ളൂ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം ഓപ്ഷൻ എ 9 ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമിയാണ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കുന്ന താഴെ തന്നിട്ടുള്ളവയിൽ ഓപ്ഷൻ എ സിയാച്ചിൻ, ബി ഇന്ദിരാകോൾ, സി ഇന്ദിരാ പോയിന്റ്, ഡി റാൻ ഓഫ് കച്ച്. ഇന്ദിരാ പോയിന്റ് ആണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ, ഇന്ദിരാ പോയിന്റ്. പഠിക്കുമ്പം
ബാക്കിയുള്ള നമ്മൾ പഠിക്കണം. ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ദിരാകോൾ, അത് ലഡാക്കിലാണ്. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ. ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് നമ്മൾ പഠിച്ച ഇന്ദിരാ പോയിന്റ്. അതിന് പാഴ്സൺസ് പോയിന്റ് എന്ന് പറയും, പിഗ്മാലിയൻ പോയിന്റ് എന്ന് പറയും. ഗ്രേറ്റ് നിക്കോബാറിലാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു അരുണാചൽ പ്രദേശിലാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം എവിടെയാണ്? ഗുഹാർ മോത്തി, അത് ഗുജറാത്തിലാണ് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം. ഇനി ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം എന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കന്യാകുമാരിയാണ്, തമിഴ്നാട്. ഇപ്പോൾ ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ ലഡാക്ക്, ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ്, പാഴ്സൺസ് പോയിന്റ്, പിഗ്മാലിയൻ പോയിന്റ് ഇങ്ങനെയും പറയും. അതിന് ഗ്രേറ്റ് നിക്കോബാറിലാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു, ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി, ഇന്ത്യ ഉപദ്വീപിൻ്റെ തെക്കേ അറ്റം എടുത്ത് ചോദിച്ചാൽ അത് കന്യാകുമാരിയാണ്. നേരത്തെ ഡിസ്കസ് ചെയ്ത 33ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? അതിനകത്ത് നമുക്ക് ഒന്നും കൂടെ നോക്കാനുണ്ട്. കാരണം ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. നമുക്ക് ആ ഓപ്ഷനും കൂടെ ഒന്ന് നോക്കണം. അതിൽ നിന്ന് പലതവണ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് ത്രികോണാകൃതിയിലാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ അതും ഡെക്കാൻ പീഠഭൂമിയാണ്. ചോദിച്ചിട്ടുണ്ട് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ പീഠഭൂമി ഏതാണ്. ഇനി ഡെക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണുന്ന മണ്ണ്, അത് കറുത്ത മണ്ണാണ്, ബ്ലാക്ക് സോയിൽ. ഡെക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണുന്ന മണ്ണ് കറുത്ത മണ്ണാണ്. ഭൂരിഭാഗം പ്രദേശങ്ങളും ലാവ തണുത്തുറഞ്ഞു രൂപം കൊണ്ട പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. പ്രധാനമായിട്ട് ഇത്രയും നോക്കി വെച്ചേക്കണേ. ഈ മാൾവ പീഠഭൂമി ഓപ്ഷനിലുണ്ടായിരുന്നു. മാൾവ പീഠഭൂമിയുടെ പ്രധാന പ്രദേശങ്ങളിലേറെ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ മധ്യപ്രദേശാണ്. മാൾവ, മധ്യപ്രദേശ്, രണ്ടും ഓർത്താൽ മതി. വിന്ധ്യ മലനിരകൾക്കും ആരവല്ലി മലനിരകൾക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിന്ധ്യ ആരവല്ലി മലനിരകൾക്ക് ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി അത് മാൾവ പീഠഭൂമിയാണ്. മധ്യമേടുകളുടെ ഭൂരിഭാഗവും മാൾവ പീഠഭൂമിയുടെ ഭാഗമാണ്. മാൾവ പീഠഭൂമി മധ്യമേടുകളുടെ പടിഞ്ഞാറ് പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ആ വിന്ധ്യ മലനിരകൾക്കും ആരവല്ലി മലനിരകൾക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണെന്ന് പ്രത്യേകം ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി ചോദിച്ചിട്ടുള്ളതാണ് പരസ്നാഥ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി പരസ്നാഥ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് ദാമോദർ. ഇപ്പോൾ ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ ഒഴുകുന്ന നദി ദാമോദർ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി പരസ്നാഥ്. ഡിഗ്രി പ്രിലിംസ് 1ാം ഘട്ടത്തിൻ്റെ ക്വസ്റ്റ്യനാണിത്. ക്വസ്റ്റ്യൻ കോഡ് 038/2024. അതിൽ ഒന്നാമത്തെ ചോദ്യം, 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ലാത്തത്? 3 സംസ്ഥാനങ്ങൾ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു, അതിലൊന്ന് താഴെ പറയുന്നവയല്ല. മണിപ്പൂർ, മേഘാലയ, ത്രിപുരയാണ് അവരുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചത്, നാഗാലാൻഡ് അല്ല. നാഗാലാൻഡ് രൂപം കൊണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. നാഗാലാൻഡ് സംസ്ഥാനം നിലവിൽ വന്നത് 1963 ഡിസംബർ 1-നാണ്. ഇതിൻ്റെ തലസ്ഥാനം കൊഹിമയാണ്. നാഗാലാൻഡ് സംസ്ഥാനത്തിൻ്റെ ഹൈക്കോടതി ഗുവാഹത്തി ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷനിലാണ് നാഗാലാൻഡ് സംസ്ഥാനം. ഔദ്യോഗിക മൃഗം കാള, മിഥുൻ എന്ന് പറയും. സംസ്ഥാന പക്ഷി ബ്ലിത്ത് ട്രഗോപൻ. ലോക്സഭാ സീറ്റ് ഒരെണ്ണം, രാജ്യസഭാ സീറ്റ് ഒരെണ്ണം. നിലവിൽ വന്ന് ഒന്ന് ഓർത്ത് വെക്കുക, 1963 ഡിസംബർ 1. തലസ്ഥാനം കൊഹിമ. ഒരു ലോക്സഭാ സീറ്റും ഒരു രാജ്യസഭാ സീറ്റുമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നാഗാലാൻഡ്. വീണ്ടും വന്ന് നമുക്ക് ദേശീയ ജലപാതയുടെ ക്വസ്റ്റ്യൻ. ഈ വർഷം കുറേ തവണ ദേശീയ ജലപാതയുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഉണ്ടായിരുന്ന ദേശീയ ജലപാത 3, അതായത് നാഷണൽ വാട്ടർവേ 3, കൊല്ലം മുതൽ കോഴിക്കോട് എന്നുള്ള നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പം ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദേശീയ ജലപാത നിയമം 2016 പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ദേശീയ ജലപാത 3 ഏത് സ്ഥലം വരെയാണ് നീട്ടിയത്? ഓപ്ഷൻ കോഴിക്കോടാണ്, സി ഓപ്ഷനാണ്. റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മൾ നേരത്തെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നത്.
കേരളത്തിലെ 4 ദേശീയ ജലപാതകൾ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി കോഴിക്കോടാണ്. ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപ നിലയമല്ലാത്തത്? 1 താതാപാനി, 2 നറോറ, 3 പുഖ, 4 സിംഗ്രൗളി. PSCയുടെ പ്രൊഫഷണൽ ആൻസർ കീ വെച്ച് ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. 1ഉം 3ഉം താതാപാനിയും പുകയും. നറോറ, സിംഗ്രൗളി. അത് നറോറ എവിടെയാണെന്ന് അറിയാമല്ലോ. നറോറ ഉത്തർപ്രദേശിലാണ്. ജിഗ്രി പ്രിലിംസിൻ്റെ 13ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു, താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി പൊരുത്തപ്പെട്ടത്? പാരൻ്റ് റോക്ക്, രൂപാന്തരപ്പെട്ട പാറ, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാനൈറ്റ്, ക്വസ്റ്റ്യൻ ഒരു ഇഗ്നീസ് എന്ന് കൊടുത്തിട്ടുണ്ട്, നൈസ് എന്നാണത്. ബി മണൽക്കല്ല് സിസ്റ്റ്, സി ചുണ്ണാമ്പ് കല്ല് മാർബിൾ, സി ഷെയിൽ സ്ലൈറ്റ്. ഇതിൽ ഏതാണ് തെറ്റെന്നാണ്. ഈ ടോപ്പിക്ക് മെറ്റാമോർഫിക് റോക്ക്, അതായത് കായാന്തരിത ശിലകൾ എന്ന് പറയുന്ന ആ ഭാഗത്ത് കിടപ്പുണ്ട്. +1 ജോഗ്രഫി ടെക്സ്റ്റിലാണെന്ന് തോന്നുന്നു. മറ്റ് ശിലകൾ കായാന്തരിത ശിലയായി മാറുന്നത് ഗ്രാനൈറ്റ്, നൈസ്, ചുണ്ണാമ്പ് കല്ല്, മാർബിൾ, ബസാൾട്ട്, ഷിസ്റ്റ്, മണൽക്കല്ല്, ക്വാർട്സൈറ്റ്, കളിമണ്ണ് അല്ലെങ്കിൽ ഷെയിൽ സ്ലൈറ്റ്, കൽക്കരി, ഗ്രാഫൈറ്റ്. നമ്മുടെ ഓപ്ഷനെ തന്നിരിക്കുന്നതിൽ ഒരെണ്ണമാണ് തെറ്റ്. ഈ ഒരു സാധനം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താലും പഠിക്കണേ. ഇനിയും ചോദിക്കാം മറ്റ് ശിലകൾ കായാന്തരിത ശിലയായി മാറുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷനാണ്, മണൽക്കല്ല് സിസ്റ്റ്. മണൽക്കല്ല് ക്വാർട്സൈറ്റ് ആണ് നമ്മൾ കണ്ട ഫിഗർ വെച്ച്. ഇത് അപ്പോൾ ഓർത്ത് വയ്ക്കുക, അത് പഠിക്കുകയും ചെയ്യുക. സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്? എ ലാംബർട്ട് കൺഫോർമൽ കോണിക്, ബി മെർക്കേറ്റർ, സി പോളികോണിക്. പോളികോണിക് ആണ് ആൻസർ, സി ഓപ്ഷനാണ്. പോളികോണിക് ആണ് ആൻസർ. സർവേ ഓഫ് ഇന്ത്യ ടോപ്പോഗ്രഫിക് മാപ്പുകളിൽ പോളികോണിക് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത്. ഇത് ഫെബ്രുവരി 24 നടന്ന ബീച്ച് ഫോറസ്റ്റ് ഓഫീസറുടെ ജിയോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂവൽക്കത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. അതൊന്ന് ശരിയാണ്. സമുദ്രതല ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. 3 ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണ്. ഒന്ന് ശരിയാണെന്ന് നമുക്കറിയാം, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗമാണ് ഭൂവൽക്കം. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് വരുന്ന നോക്കണം. 3 മാത്രം ഉള്ളത് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് എ. ഇനി നമുക്ക് വേണ്ടത് ബാക്കി 3 എണ്ണമാണ്. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. സമുദ്രതല ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. അത് തെറ്റാണ്. സോറി, അത് ശരിയാണ്. സമുദ്രതല ഭൂവൽക്കത്തിന് വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്, ശരിയാണത്. ഇതിൻ്റെ ആൻസർ ബി ഓപ്ഷനാണ്. 1ഉം 2ഉം ശരിയാണ്. ഹിമാലയൻ പർവ്വത മേഖലകളിൽ ഭൂവൽക്കത്തിന് കനം വളരെ കുറവാണെന്നുള്ള അത് തെറ്റാണ്. നമുക്ക് ആ ഭൂവൽക്കത്തിനെ കുറിച്ച് ഓടിച്ചു നോക്കാം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള കരഭാഗമാണ് ഭൂവൽക്കം. ക്രസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ശിലകളുടെയും ധാതുക്കളുടെയും കലവറ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭൂവൽക്കമാണ്. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചാൽ അതും ഭൂവൽക്കമാണ്. ശിലാനിർമ്മിതമായ കട്ടിയുള്ള ഭാഗം ഭൂവൽക്കമാണ്. നമ്മുടെ പ്രസ്താവനയെ കണ്ടാണ് സമുദ്രതലം ഭൂവൽക്കം വൻകര ഭൂവൽക്കത്തെ അപേക്ഷിച്ച് കനം കുറവാണ്. അത് ശരിയായ പ്രസ്താവനയാണ്. സമുദ്രതല ഭൂവൽക്കത്തിൻ്റെ കനം എന്ന് പറയുന്നത് ശരാശരി 5 കിലോമീറ്ററാണ്. ഇനി വൻകര ഭൂവൽക്കത്തിൻ്റെ ശരാശരി സാന്ദ്രത ഏതാണെന്ന് ചോദിച്ചാൽ 2.7 ഗ്രാം/cm3 ആണ്. ഹിമാലയ പർവ്വത മേഖലയിൽ ഭൂവൽക്കത്തിൻ്റെ കനം എന്ന് പറഞ്ഞാൽ 70 കിലോമീറ്ററും വൻകര ഭൂവൽക്കത്തിൻ്റെ കനം ഏതാണെന്ന് ചോദിച്ചാൽ ശരാശരി 30 കിലോമീറ്ററുമാണ്. ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായി ശിലകൾ ദ്രവ്യാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന ഉയർന്ന സാന്ദ്രതയുള്ള മേഖല അറിയപ്പെടുന്നത് ആസ്തനോസ്ഫിയർ എന്നാണ്. ആസ്റ്റനോസ്ഫിയർ. ഭൂവൽക്കത്തിൽ വൻകര ഭാഗങ്ങളുടെ മുകൾത്തട്ട് അറിയപ്പെടുന്ന സിയാൽ എന്നാണ്, സിലിക്കൺ അലൂമിനിയം. ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായി ശിലകൾ ദ്രവാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന ഉയർന്ന സാന്ദ്രതയുള്ള മേഖല ആസ്റ്റനോസ്ഫിയർ. ഭൂവൽക്കത്തിൽ വൻകര ഭാഗങ്ങളുടെ മുകൾത്തട്ട് അറിയപ്പെടുന്നത് സിയാൽ, സിലിക്കൺ അലൂമിനിയം. സിയാലിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന കടൽത്തറയാണ് സിമ, അതായത് സിലിക്കൺ മഗ്നീഷ്യം. ലിത്തോസ്ഫിയറിന് താഴെയായി അർദ്ധദ്രാവക അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ആസ്റ്റനോസ്ഫിയർ. ഓർത്ത് വെച്ചോണം. ലിത്തോസ്ഫിയറിന് താഴെയായി അർദ്ധദ്രാവകാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗം ആസ്റ്റനോസ്ഫിയർ ആണ്.
ഭൂവൽക്കത്തിന് തൊട്ട് താഴെയായ ശിലകൾ ദ്രവാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന താരതമ്യേന ഉയർന്ന സാന്ദ്രതയുള്ള മേഖല അസ്തനോസ്ഫിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യനായിരുന്നു തിരമാലകൾ എന്നാൽ എന്താണെന്നുള്ളത്. 1 ജലത്തിൻ്റെ ചലനം, 2 സമുദ്രോപരിതലത്തിലൂടെ അതായത് സമുദ്ര ഉപരിതലത്തിലൂടെയുള്ള ഊർജ്ജ പ്രവാഹം, ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണം ബലം മൂലം സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനം. ഇതിൻ്റെ ആൻസർ 1 ശരിയാണ്. നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നില്ലാത്ത സിയും ഡിയും നമ്മൾ കളഞ്ഞ്. ഇനി 1 ശരിയാണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ബി ഓപ്ഷൻ കറക്റ്റായിട്ട് കുത്താം. കണ്ട, നമുക്ക് ഒരെണ്ണം അറിഞ്ഞാൽ മതി. നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യന് മാർക്ക് മേടിക്കാതെ എപ്പോഴും പറയുന്നുണ്ട്. തിരമാലകൾ എന്നാൽ ജലത്തിൻ്റെ ചലനം 1 ശരിയായിരുന്നു. അപ്പോൾ എ ഓപ്ഷനിൽ 1 ഇല്ല, സി ഓപ്ഷനിൽ 1 ഇല്ല, ഡി ഓപ്ഷനിൽ 1 ഇല്ല, ബി ഓപ്ഷനിൽ 1 ഉണ്ട്. ഒന്നുണ്ട്. അപ്പം 1ഉം 3ഉം ആണ് കറക്റ്റ് ആൻസർ. തിരമാലകൾ എന്നാൽ ജലത്തിൻ്റെ ചലനം, ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണ ബലം മൂലം സമുദ്രജലത്തിനുണ്ടാകുന്ന ചലനം. അപ്പോൾ ബി ഓപ്ഷനാണ് കറക്റ്റ്. ശരിക്കും ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ തിരമാലകളെ പറ്റി പഠിക്കാതെ പോകുന്നതിനുള്ള 1 മാർക്ക് കിട്ടും. ജലത്തിൻ്റെ ചലനമാണ് തിരമാല എന്ന് നമ്മൾ പഠിക്കാതെ പോയപ്പോഴും അറിയാം. അപ്പോൾ ആ ഒന്നാമത്തെ ഓപ്ഷൻ വരുന്ന ഏതൊക്കെ ഓപ്ഷനാണോ അത് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് ചെയ്യാവുന്നേ ഉള്ളൂ. ആ ചോദ്യം ഇട്ട ആൾ എയിലും സിയിലും ഡിയിലും ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തിട്ടുമില്ല. പിന്നുള്ളത് ലോജിക്ക് അനുസരിച്ച് 3ആണ്. അങ്ങനെ തന്നെ 1 മാർക്ക് കിട്ടും. നിങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ടഫായിട്ട് വലിയ ക്വസ്റ്റ്യൻ കണ്ട കളയരുത്. ഒന്ന് ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്യണം കേട്ടോ, പഠിച്ചിട്ടില്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യൻ തീരസമതലങ്ങളെക്കുറിച്ചുള്ള തെറ്റായ സൂചന കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണ്. രണ്ടാമത്തെ പ്രസ്താവന, കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വ തീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. 3 താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. അത് തെറ്റായ സൂചന 1 മാത്രമേ ഉള്ളൂ കേട്ടോ. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കുറവാണെന്നുള്ളത്. ബാക്കി 2ഉം 3ഉം ശരിയാണ്. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികൾ പൂർവ്വ തീരങ്ങളിൽ വിശാലമായ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്നു. താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് പശ്ചിമ തീര സമതലങ്ങൾ. 2ഉം 3ഉം ശരിയാണ്. തെറ്റായ സൂചനയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ 1 ശരിയാണ്. ഇത് അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ എൽ നിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടവ ഏതെല്ലാം? എൽ നിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട ഏതെല്ലാം എന്നുള്ള ചോദ്യം. ഇതിനകത്ത് മധ്യരേഖ വായു ചംക്രമണത്തെ തടസ്സപ്പെടുത്തുന്നു. 1 ശരിയാണ്. 2 സമുദ്രജല ബാഷ്പീകരണം ക്രമരഹിതമാകുന്നു. പിന്നെ കാലാവസ്ഥാ മാറ്റത്തിന് ഇതൊരു കാരണമാകുന്നില്ല. അത് ശരിയാണ്. സമുദ്രപ്രവാഹങ്ങളുടെ അളവിൽ കുറവ് വരുത്തുന്നു എന്നുള്ളത് തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം 4ഉമാണ് ശരി. ഡി ഓപ്ഷനായിരുന്നു കറക്റ്റ്. എൽ നിനോ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടതല്ല. ഇന്ത്യയിലെ ഒരു പ്രധാന ഭൗമ താപോർജ്ജ ഉൽപ്പാദന കേന്ദ്രമാണ്. 1 പുക താഴ്വര, പുക വാലി, 2 മണികരൺ, 3 ദിഗ്ബോയ്, 4 ആംഗലേശ്വർ. പുക താഴ്വര എവിടെയാണ്? പുക താഴ്വര ലഡാക്കിലാണ്. മണികരൺ ഹിമാചൽ പ്രദേശിലും. ഇതിൻ്റെ ആൻസർ ബി ആണ്. 1ഉം 2ഉം ആണ് ആൻസർ. ഓപ്ഷൻ ബി. ഇപ്പോൾ പുക താഴ്വര ലഡാക്കിലും മണികരൺ ഹിമാചൽ പ്രദേശിലും. ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഇവിടം വരെ വന്നതല്ലേ, ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ പഠിച്ചോ. 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് സി മിഷോങ് ആണ്. മിഷോങ് ആണ്, സി ഓപ്ഷനാണ്. 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ്. ഇത് മെയ് 25-ന് നടന്ന ഡിഗ്രി പ്രിലിംസ് 2ാം ഫേസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയിലെ വലിയ സമതലങ്ങൾ, പശ്ചിമഘട്ടങ്ങളും പടിഞ്ഞാറൻ തീര സമതലങ്ങളും, ഹിമാലയൻ പ്രദേശം, പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളും. ഇത് ബി ഓപ്ഷനാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. പശ്ചിമഘട്ടങ്ങളും പടിഞ്ഞാറൻ തീര സമതലങ്ങളും എന്നുള്ളതാണ്. അറിയാത്തതുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം ഈ താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടങ്ങളും പടിഞ്ഞാറൻ തീര സമതലങ്ങളുമാണ്. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. അവശിഷ്ട പാറകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്ക് മലകൾ രൂപപ്പെടുന്നത്. അവസാദശില സെഡിമെൻ്ററി റോക്സ് ആണ് അവശിഷ്ട പാറകൾ എന്ന് എഴുതിയിരിക്കുന്നത്. യുറലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്ക് പർവ്വതങ്ങളുടെ ഉദാഹരണങ്ങളാണ്. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് പർവ്വത മലകളുടെ ഉദാഹരണങ്ങളാണ്. ഏറ്റവും വലിയ മടക്ക് മലകളിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം. അപ്പോൾ 3ാമത്തെ പ്രസ്താവന ശരിയാണ്. ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് മലകളുടെ ഉദാഹരണമാണ്. അവസാദ ശിലകൾ മടക്കിക്കളയുന്നത് മൂലമാണ് മടക്ക് മലകൾ രൂപപ്പെടുന്നത്. അത് ശരിയാണ്. യുറലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്ക് പർവ്വതങ്ങളുടെ ഉദാഹരണമാണ്. ഇതിൻ്റെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയാണ്. മുകളിലുള്ളവയെല്ലാം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 1ഉം 2ഉം 3ഉം ശരിയാണ്. ഇനി അടുത്ത ചോദ്യം, താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. 1, വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിഷുവത്തിനും ഇടയിൽ ഭൂമി പെരിഹീലിയനായിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു.
2 ജൂലൈ 4-നോ അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയുള്ളത്. 3 വേനൽക്കാലം മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലേക്കുള്ള ചായ്വാണ്. ഇത് മുകളിലുള്ളവയെല്ലാം ശരിയാണ് ആൻസർ. ഇത് 10ാം ക്ലാസ് SCRT 10ാം ക്ലാസ് ജോഗ്രഫി ടെക്സ്റ്റിൻ്റെ ചാപ്റ്റർ 1 കുറച്ച് ടോപ്പിക്സ് നമുക്ക് വായിക്കാനുണ്ട്. അപ്പോഴേ ഈ എല്ലാ പ്രസ്താവനകളും ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ആ ടോപ്പിക്ക് അതേപോലെ വായിച്ചാൽ മതി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ചാപ്റ്ററിനെ പറ്റി. വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ടാണ്. ഇതിനകത്ത് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യനാണ്, പാമ്പാടുംചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണെന്ന്? ഇടുക്കിയാണ്. പിന്നെ സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8-ന് നാസ പേസ് എന്ന പേരുള്ളൊരു ഉപഗ്രഹം വിക്ഷേപിച്ചിരുന്നു. അതിൻ്റെ ഫുൾ ഫോം ചോദിച്ചിരിക്കുകയാണ്. ഇത് കറണ്ട് അഫെയർ ആയിട്ടും നമുക്ക് കരുതാം, ജോഗ്രഫി ആയിട്ടും കരുതാം. അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ A ആയിരുന്നു, പ്ലാങ്ക്ടോൺ എയറോസോൾ ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം എന്നുള്ളത്. കറണ്ട് അഫെയർ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ വേണമെങ്കിൽ ഈ നാസ വിക്ഷേപിച്ച സിസ്റ്റം ഏതാണെന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ പേസ് എന്ന് എഴുതാമല്ലോ, അതുകൊണ്ട് ഞാൻ ഇട്ടതാണ്. ഇപ്പോൾ പഠിക്കുക ഇതെല്ലാവരും.